ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ശ്രീ ജെയ്സി തോമസ്, ശ്രീ ടി പി ജയേന്ദ്രൻ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ ടി പി ജയേന്ദ്രനിലേക്കാണ്. ശ്രീ ടി പി ജയേന്ദ്രൻ, വിയോജിപ്പുകളുണ്ട്. ഗവർണറും വി സിയും തമ്മിൽ പല കാലങ്ങളിൽ പല മേഖലകളിൽ വിയോജിപ്പുകളുണ്ട്. ആ വിയോജിപ്പിന് കുറച്ച് ബാക്കിലോട്ട് ICHR-ലേക്കും ഡൽഹിയിലെ അവരുടെ ഭൂതകാലവുമായിട്ടൊക്കെ ബന്ധമുണ്ട്. വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഗവർണർ അത് ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. ഹീസ് എ ക്രിമിനൽ, ഇയാൾ ഒരു കുറ്റവാളിയാണ് എന്ന് രാജ്യമറിയുന്ന ഒരു അക്കാഡമിസ്റ്റിനെ കുറിച്ച്, ICHR മെമ്പർ സെക്രട്ടറി ആയിരുന്ന ആളെക്കുറിച്ച്, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സർവകലാശാലയുടെ VC സ്ഥാനത്തിരിക്കുന്ന ആളെ വ്യക്തിപരമായി അവഹേളിക്കാനും മാത്രം ഈ VC ചെയ്ത പിഴവെന്താണ്? ടി പി ജയേന്ദ്രൻ. ഹഷ്മി, ഏതാനും മണിക്കൂറുകളായി കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ കേരളത്തിലെ വളരെ പ്രശസ്തമായ ഒരു ചാനലിൽ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അംഗം, അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയോ ഗവർണറെ പിന്തുണയ്ക്കുന്ന ആളോ അല്ല, അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നിങ്ങളും ഞാനും ഇരുന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് ഒരു പൊതുസമൂഹത്തിൻ്റെ മണ്ഡലത്തിലേക്ക് ഈ വിഷയം എത്തിച്ചതിൽ രാഷ്ട്രീയ ഭേദമന്യേ ഒരുപക്ഷെ ഇടതുപക്ഷ സഹയാത്രികർ പോലും ഈ വിഷയത്തിൻ്റെ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഗവർണർക്ക് ഈ വിഷയത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന്, ഞാൻ അടിവരയിട്ട് പറയുന്നു, കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ പോലും വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിയമരാഹിത്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി മുന്നോട്ട് വെച്ചിരിക്കുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് നമ്മളിതിനെ വിലയിരുത്തേണ്ടത്. ഇന്ന് വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ട് തൻ്റെ നിഗമനങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഡൽഹിയിലെ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ബൈറ്റിൻ്റെ മുമ്പിൽ നിങ്ങളുടെ ചാനൽ ഉണ്ടായിരിക്കാം. ഞാൻ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സംഭാഷണം ശ്രദ്ധിച്ചപ്പോൾ മറുചോദ്യങ്ങളോട് അല്പം പോലും പതറാതെ കൃത്യമായിട്ട് അദ്ദേഹം ഉത്തരം പറയുന്നു. എന്തുകൊണ്ടാണ് ഇത്തരം എൻ്റെ അനുഭവങ്ങൾ രാജ്ഭവൻ അംഗീകരിച്ച, നമുക്കറിയാം ഒരു ഗവർണറുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ കൃത്യമായി നേരത്തെ തയ്യാറാക്കി അതിന്റെ പ്രോഗ്രാമുകൾ പങ്കെടുക്കുന്ന 2019 കാര്യമാണ്, 2 വർഷം മുൻപാണ്. നമ്മൾ അന്ന് ഇതൊക്കെ വിശദമായി ചർച്ച ചെയ്തതാണ്. ഗവർണർ ചർച്ച ചെയ്തതാണ്, ഗവർണർ VC വിളിച്ചു വരുത്തിയതാണ്, മുഖ്യമന്ത്രി ഇടപെട്ടതാണ്, കേസെടുത്തതാണ്. അന്ന് തീർന്ന ഇഷ്യൂ അല്ലേ? ടി പി ജയേന്ദ്രൻ, താങ്കൾ നേരത്തെ പറയുന്നുണ്ട് ഈ പറഞ്ഞ സർവകലാശാലയിലെ നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്, മെറിറ്റ് ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യേണ്ടതാണ്, അവിടെ പുഴുക്കുത്തുണ്ടെങ്കിൽ തിരുത്തപ്പെടേണ്ടതാണ്, കേരളത്തിലെ സർവകലാശാലകൾ ഉന്നതിയിലേക്ക് നയിക്കേണ്ടതാണ്. എൻ്റെ ചോദ്യം അതായിരുന്നില്ല. കേരളത്തിലെ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഒരു കുറ്റവാളിയാണ്, അയാൾ ഒരു ക്രിമിനലാണ് എന്ന് പറയാൻ ഗവർണറുടെ പക്കലുള്ള തെളിവെന്തെന്ന് BJPക്ക് ബോധ്യമുണ്ടോ? അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം ഹാഷ്മി, ഗവർണറുടെ വക്താവായിട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഗവർണർ കൃത്യമായിട്ട് പറയുന്നു അത് ഗവർണർ പറഞ്ഞ പിഴവല്ലേ ടി പി ജയേന്ദ്രൻ? ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വിയോജിപ്പുകൾ, അദ്ദേഹത്തിന്റെ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കേണ്ട കാരണങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ ഒരു സർവകലാശാലയിലെ BJPയും കൂടി ഉൾപ്പെടുന്ന കേരളമാണല്ലോ, ആ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സർവകലാശാലയിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ക്രിമിനലാണ് എന്ന അങ്ങേയറ്റത്തെ തരംതാണ പരാമർശം ഒരു ഗവർണർ നടത്താൻ പാടുണ്ടായിരുന്നോ ടി പി ജയേന്ദ്രൻ? ഞാൻ അവിടത്തേക്കാണ് ഹഷ്മി സംസാരിച്ചുകൊണ്ടിരുന്നത്. വളരെ കൃത്യമായിട്ട് 24 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ മുമ്പിൽ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു ഒരു കൃത്യതയും ഉണ്ടായില്ല. അദ്ദേഹത്തെ ക്രിമിനൽ എന്ന് വിളിക്കുന്നു. ഒരു കൃത്യതയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ചോദ്യം. ഒരു കൃത്യതയും ഉണ്ടായിരുന്നില്ല. എന്താണ് കൃത്യത? അല്ല, അദ്ദേഹം പറഞ്ഞുവല്ലോ, എന്നെ ക്ഷണിച്ചു വരുത്തിയ അതിഥി എന്ന നിലയ്ക്ക് എന്റെ നേരിൽ ഇത്തരത്തിലൊരു തീവ്രമായ ആക്രമണം ഉണ്ടായപ്പോൾ ഒരു പരാതി കൊടുക്കാൻ പോലും എന്തുകൊണ്ട് ഇത് VC തയ്യാറാവുന്നില്ല? മാത്രമല്ല അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു, ഹാഷ്മി കേട്ടോ എന്ന് എനിക്കറിയില്ല. Report from higher quarters. I have received the report from higher quarters that a conspiracy was well planned. എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറയുക മാത്രം. അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് തന്നെ അംഗരക്ഷകന്റെ വസ്ത്രം കീറുകയും ആക്രമിക്കപ്പെടുകയും ചെയ്തു. ആ പരിപാടിയിൽ രാജ്ഭവൻ അനുമതിയില്ലാതെ എങ്ങനെയാണ് ഒരു ചുമതലയും ഇല്ലാത്ത ഒരാൾ നുഴഞ്ഞു കയറപ്പെട്ടത്? തന്റെ രാജ്ഭവൻ വളരെ കൃത്യമായിട്ട് ഈ ചടങ്ങ് സംഘടിപ്പിച്ച VCയോട് ചോദിച്ചു, താങ്കൾ എന്താണ് കണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് ചോദിച്ചു. അദ്ദേഹം ഇതിനെക്കുറിച്ച് പരാതി കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹത്തിന്റെ നിശ്ചയിക്കപ്പെടാത്ത പരിപാടിയിൽ ആളുകൾ കയറിക്കൂടുന്നു. പറയുന്നതിന് മുമ്പ് അവർക്ക് രക്ഷപ്പെടാൻ പരിതെടുക്കുന്നു. ഒരാളെ ക്രിമിനലാക്കാൻ ഒരു ഗവർണർക്ക് ഇത് മതിയാകുമോ? ഇത് ടി പി ജയേന്ദ്രൻ പറയുകയാണെങ്കിൽ മനസ്സിലാക്കാം, അത് രാഷ്ട്രീയ പ്രസ്താവനയാണ്. ഒരു ഗവർണർ പോലെ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന് ഈ പറയുന്ന താങ്കൾ ഈ പറഞ്ഞ കാരണങ്ങൾ മതിയോ ഒരു VCയെ ക്രിമിനൽ എന്ന് അധിക്ഷേപിക്കാൻ? അങ്ങേക്കറിയാമല്ലോ, അതൊരു സാധാരണ കാലമായിരുന്നില്ല. അന്ന് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യത്തിന്റെ തെരുവുകളിൽ സംസ്ഥാന ഭേദമന്യേ സമരമിരമ്പുന്ന കാലമാണ്. അന്ന് ഷഹീൻബാഗിലെ 100 ദിവസം തികച്ച അമ്മമാരുടെ സമരം കൊടുമ്പിരി കൊണ്ട കാലമാണ്. UPയിൽ കലാപത്തിൽ ഒരുപാട് മനുഷ്യർക്ക് ജീവൻ നഷ്ടമായ കാലമാണ്. ജാമിയ മില്ലിയ സർവകലാശാലയിൽ സമരം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ ഡൽഹി പോലീസ് നരനായാട്ട് നടത്തി ചോരയൊഴുക്കിയ കാലമല്ലേ?
ക്യാമറകൾ അടിച്ചു പൊട്ടിച്ച ഡൽഹി പോലീസ് എന്റെ പഴയ സഹപ്രവർത്തകൻ അരുൺ ശങ്കറിനെയും ക്യാമറമാൻ വൈശാഖ് ജയപാലിനെയും പട്ടി അടിക്കുമ്പോൾ അടിച്ച കാലമല്ലേ? കേരളം ഒറ്റക്കെട്ടായി നിയമത്തിനെതിരുന്ന കാലമല്ലേ? കേരളത്തിന് ശബ്ദമായി സഭയിൽ നേരിടേണ്ട പ്രമേയമുണ്ടായ കാലമല്ലേ? അങ്ങനെ പൊളിറ്റിക്കലി ചാർജറായ കാലത്താണ് ചരിത്ര കോൺഗ്രസ് ഉണ്ടാകുന്നത്, പ്രകോപനം ഉണ്ടാകുന്നത്. അതൊരു സാധാരണ കാലമായിരുന്നില്ല. CTP ജയേന്ദ്രൻ. ഹാഷ്മി, താങ്കളെപ്പോഴോട് ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇതൊക്കെ ഒരു ഗവർണറെ കൊല്ലാനുള്ള ന്യായമാണോ? ഗവർണറെ അവസരം ഒരുക്കി ആൾക്ക് രക്ഷപ്പെടാനുള്ള ന്യായമാണോ? എന്റെ പൊന്നു TP ജയന്ദ്രൻ, 88 വയസ്സുള്ള താങ്കൾക്ക് അങ്ങനെ വിശ്വസിക്കാം. താങ്കൾക്ക് ഇർഫാൻ ഹബീബിനെ അറിയാമോ? എന്ന നിലയ്ക്ക് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, താങ്കൾക്ക് 88 കലാപം അഴിച്ചുവിടാൻ ഒരു കൂട്ടം ആളുകൾ ഈ തരത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ 88 വയസ്സുള്ള ഒരാളെ ആക്രമിച്ച് കൊല്ലാനുള്ള അനുമതിയായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. 88 വയസ്സുള്ള നൂന്ന് നിൽക്കാൻ കഴിവില്ലാത്ത ആടിയാടി നടക്കുന്ന ഇർഫാൻ ഹബീബ് എന്ന വന്ധ്യ വയോധികനാണോ ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ കൊല്ലാൻ പോകുന്നു? താങ്കൾ പറഞ്ഞു. കേരളം ചിരിക്കും കേട്ടോ. ആ ദൃശ്യങ്ങൾ വേണമെങ്കിൽ നമുക്കൊന്ന് കാണാം. വേണോ? കൊല്ലാനോ? ഞാൻ ചോദിക്കട്ടെ ഹാഷ്മി, ഒരു സംവാദ ഭൂമികയിൽ ഒരു ഗവർണറെ ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? ആ പരിപാടിയിൽ ഈ നേരത്തെ നിശ്ചയിച്ചിരുന്നു ഈ ഇർഫാൻ ഹബീബിനെ കുറിച്ച്? ആരാണ് ഇർഫാൻ ഹബീബ്? അദ്ദേഹം പണ്ട് നമുക്കറിയാമല്ലോ, അയോധ്യ സംഭവത്തിലൊക്കെ അദ്ദേഹം എടുത്ത വളരെ കൃത്യമായ നിലപാടുകൾ ഒരുപക്ഷെ മാധ്യമ കേരളവും മാധ്യമ ലോകവും കൃത്യമായി ചർച്ച ചെയ്തതാണ്. ഞാൻ അവിടത്തേക്കൊന്നുമല്ല തർക്കത്തെ വഴിച്ചു കൊണ്ടുപോവുകയല്ല കാശ്മീർ. ഇതൊന്നും താങ്കൾ ഈ പറയുന്നതൊന്നും IPC വകുപ്പ് പ്രകാരം ഒരു ഗവർണറെയോ രാഷ്ട്രപതിയെ പോലുള്ള പൗരമുഖ്യന്മാരെ ആക്രമിക്കാനുള്ള ന്യായമല്ല. ആ പരിപാടി സംഘടിപ്പിച്ച ആള് ഏതൊരു ക്രിമിനൽ ആയാലും ശരി, ഇതിന്റെ ക്രിമിനൽ പശ്ചാത്തലം, ഇതിന്റെ നിയമവ്യവസ്ഥയും ഒക്കെ ചർച്ച ചെയ്യേണ്ടത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഫ്ലോറിലല്ല, ഇതൊരുപക്ഷെ നീതിന്യായ സംവിധാനത്തിൽ കോടതിക്ക് മുമ്പാകെ എത്തേണ്ടിയിരുന്നു. എവിടെയാണ് നമ്മുടെ ഗവർണറുടെ ഇത്തരത്തിലുള്ള ഒരു ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ IPCയുടെ വകുപ്പ് അദ്ദേഹം ഇന്ന് കൃത്യമായി വായിച്ചു. അതിന്റെ സപ്പോർട്ടിംഗ് ആയിട്ട് എവിഡൻസസ് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിനപ്പുറത്തേക്ക് ഒന്നുകൂടി പറയും ഹാഷ്മി, രണ്ടാം പിണറായി സർക്കാരിന്റെ വരവിന് ശേഷം കണ്ണൂരിലെ ഇദ്ദേഹത്തിന്റെ രണ്ടാം നിയമനം പോലും ശരി വളരെ കൃത്യമായി ആസൂത്രിതമായ ചില അജണ്ടകളുടെ ഭാഗമാണ്. രണ്ടാം നിയമനം അതായത് താങ്കൾ പറയുന്നത് പോലെ രണ്ടാം നിയമനം, അതായത് താങ്കൾ പറയുന്നത് ചരിത്ര കോൺഗ്രസ് വേദിയിൽ ഗവർണറെ കൊല്ലാൻ ശ്രമിച്ച ഒരാൾക്ക് കൂട്ടുന്ന ആളാണ് ഈ ഗോപിനാഥ് രവീന്ദ്രൻ, താങ്കളുടെ വാദപ്രകാരം അല്ലേ? അങ്ങനെ ഗവർണറെ കൊല്ലാൻ കൂട്ടുന്ന ഒരാൾക്ക്, അതെ ഗവർണറുടെ വാദം, ശരി 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 ഗവർണറുടെ വാദം ശരി, അതെ, അതായത് ഇർഫാൻ ഹബീബ് എന്ന 88 വയസ്സുകാരൻ, അതെ ശരി, 88 വയസ്സുകാരനായ നിൽക്കാൻ കഴിവില്ലാത്ത നരുന്ത് പോലിരിക്കുന്ന ഇർഫാൻ ഹബീബ് ആരിഫ് മുഹമ്മദ് ഖാനെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് ഗവർണറുടെ വാദം. അതിന് കൂട്ടുന്ന ആളാണ് ഈ പ്രൊഫസർ VC ഗോപിനാഥ് രവീന്ദ്രൻ. അയാൾക്ക് പുനർനിയമനത്തിന് ഒപ്പുചേർത്ത് കൊടുത്തത് ആരാണ്? ഇതേ ഗവർണർ. എന്തെങ്കിലും ക്രെഡിബിലിറ്റി ഉണ്ടോ? ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക്? അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, പൊളിറ്റിക്കൽ പ്രഷർ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഈ തരത്തിൽ രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഗവർണർക്ക് ഒപ്പിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുമോ? സാധിക്കും. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇഷ്ടമില്ലാത്ത ഞാൻ ചെയ്യേണ്ടി വന്നു. സാധിക്കും. ഒന്നുകൂടി സാധിക്കും ഞാൻ പറയുന്നു, ചട്ടപ്രകാരം അത് സാധിക്കും. ഇത് ഒപ്പിടാൻ കഴിയില്ല, ഇയാളെ വീണ്ടും VC നിയമിക്കാൻ കഴിയില്ല എന്ന് ഗവർണർക്ക് നിലപാടെടുക്കാൻ കഴിയും. അല്ല, അദ്ദേഹം പറഞ്ഞല്ലോ പൊളിറ്റിക്കൽ പ്രഷർ. അത്തരം കാര്യത്തിന് ഞാൻ പോയില്ല. മാത്രമല്ല ഇതാണ് പ്രശ്നം, പൊളിറ്റിക്കൽ പ്രഷറാണ് പ്രശ്നം. പൊളിറ്റിക്കൽ പ്രഷറാണ് പ്രശ്നം. അവിടെ പൊളിറ്റിക്കൽ പ്രഷറിന് വഴങ്ങി ഒപ്പിടുന്നു. ഇപ്പോൾ പൊളിറ്റിക്കൽ പ്രഷറിന് വഴങ്ങി എന്തെല്ലോ പറയുന്നു. നീതി പുലർത്തുന്നില്ലെങ്കിൽ അതിന്റെ പേരിൽ നടപടികൾക്ക് മുന്നോട്ട് പോകണം. അതല്ല അദ്ദേഹം പറയുന്നുള്ളൂ. അദ്ദേഹം ഇപ്പൊ വിശദീകരണം ചോദിക്കുന്നു. അദ്ദേഹം ഇതിന്റെ രേഖകൾ ഹാജരാക്കാൻ പറയുന്നു. ഇത് പുനഃപരിശോധനയ്ക്ക് അദ്ദേഹം ഇപ്പൊ സ്റ്റേ ചെയ്തിരിക്കുന്നു. അതിൽ അദ്ദേഹം വ്യക്തിപരമല്ല ഈ വിഷയങ്ങളൊന്നും. അത് അടിസ്ഥാനപരമായ ദാർശനികമായ തലത്തിൽ നിന്നുകൊണ്ട് ഒരു അക്കാഡമിഷ്യനായ നിയമജ്ഞനായ ഈ കാര്യത്തിൽ ബോധമുള്ള ഒരു ഗവർണർ അദ്ദേഹം കൃത്യമായി ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഹാഷ്മി മാധ്യമങ്ങളിൽ പോലും അദ്ദേഹത്തിന് ഇത്രയധികം പ്രചാരം കിട്ടുന്നത്. കേരളം ഏറ്റെടുക്കുന്നത് കൊണ്ടാണ്. ഇത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, സേവ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോം കമ്മിറ്റി അവർ വളരെ കൃത്യമായിട്ട് ഇന്ന് ചാനലിൽ വന്ന് പറഞ്ഞു, ഹി ഈസ് ആൻ അക്കാഡമിക് ക്രിമിനൽ, ഹി ഈസ് എ പൊളിറ്റിക്കൽ ക്രിമിനൽ. ഇത് എന്റെ വാക്കുകളല്ല, ഞാൻ അവരെ വലുതാക്കാൻ വേണ്ടി പറയുകയല്ല. ഇന്ന് ചാനലിൽ വന്നിട്ട് അവർ കൃത്യമായിട്ട് പറഞ്ഞു, സേവ് കണ്ണൂർ ക്യാമ്പയിൻ കമ്മിറ്റി എന്ന പേരിൽ അദ്ദേഹം താങ്കളുടെ വാക്കുകൾ പറയൂ. താങ്കളുടെ വാക്കുകൾ പറയൂ. ആരെയോ കോട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, താങ്കൾക്ക് പറയാൻ വാക്കുകളുണ്ടല്ലോ. ശ്രീ TP ജയേന്ദ്രൻ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അവിടെ വേദിയിൽ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറെ കൊല്ലാനുള്ള ശ്രമത്തിന് കൂട്ടുന്ന ആൾക്ക് രണ്ടാമത് പുനർനിയമത്തിന് ഒപ്പിടാൻ തോന്നുമ്പോൾ ഈ ഗവർണർക്ക് അല്പം പോലും കൈയൊന്നും വിറക്കില്ലേ? അങ്ങനെയെങ്കിൽ അത് ശരിയായിരുന്നു? അന്ന് ഗവർണർക്ക് ഇത് ശരിയായിരുന്നു? ഒരുപക്ഷെ ഇന്നത്തെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം മലയാളിയായ ഒരു മാധ്യമ പ്രവർത്തക ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു, at present I have got from the higher quarters. ഇതെപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് വിവരങ്ങൾ കിട്ടിയത്? ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഗൂഢാലോചന നടത്തതിന്റെ തെളിവുകൾ കൈവശമുണ്ട്. ആവശ്യമുള്ളിടത്ത് കൊടുക്കാം, പരിശോധിക്കേണ്ടതാണ് കാശ്മീർ. വിധി പറയാൻ ഞാൻ ആളല്ല. ഞാൻ ചോദിക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഗവർണർ നിശ്ചയിച്ച നോമിനേറ്റ് ചെയ്ത ഒരു VC
ഈ തരത്തിൽ പെരുമാറിയത് രാജ്ഭവനിൽ രാജ്യത്ത് നിയമന ചട്ടങ്ങൾ എന്തുകൊണ്ട് അവർ പുല്ലുവില പോലും കൽപ്പിച്ചില്ല? അദ്ദേഹത്തിന് മേലെ ഇത്തരം ഒരു ആക്രമണം നടന്നപ്പോൾ നിയമപരമായി അറിയിക്കേണ്ടത് അറിയിച്ചില്ല. താങ്കൾ ആ പരിപാടി കണ്ടതല്ലേ? ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതല്ലേ? താങ്കൾ ആ പരിപാടി കണ്ടതല്ലേ? അന്ന് ചരിത്ര കോൺഗ്രസ് വേദിയിൽ കെ രാഗേഷ്, അന്ന് ആദ്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബിജു കണ്ടക്കെ ആദ്യം സംസാരിക്കുന്നു, അതിന്റെ കൺവീനർ എന്നുള്ള നിലയ്ക്ക്. അതിനുശേഷം കെ രാഗേഷ് എം പി ഭരണഘടനയുടെ പ്രിയാമ്പിൾ വായിച്ചു തുടങ്ങുന്നു. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് സെക്യുലർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ് എന്ന പ്രിയാമ്പിൾ വായിച്ച് അന്ന് കെ രാഗേഷ് എം പി തുടങ്ങുന്നു. അതിനുശേഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസാരിക്കുന്നു. ഞാൻ കൊണ്ടുവന്ന പ്രസംഗം ഇപ്പോൾ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മടക്കി വെച്ച് ഗവർണർ എന്ന പദവിയിൽ നിന്ന് മാറിക്കൊണ്ട് തനി രാഷ്ട്രീയ പ്രസംഗം ഗവർണർ വേദിയിൽ നടത്തുന്നു. സദസ്സിൽ നിന്ന് പ്രതിഷേധമുയരുന്നു. സദസ്സിൽ നിന്ന് അപ്പോൾ അവിടെ കൂടിയിരുന്ന JNUവിലെ കുട്ടികൾ, എനിക്ക് തോന്നുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികൾ ആ സമയത്ത് പ്ലക്കാർഡ് എഴുതി അവിടെ കാണിക്കുന്നു. തുടർന്നല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? ശ്രീ ടി പി ജയേന്ദ്രൻ, അത് നേരത്തെയുള്ള ഡൽഹിയിൽ ഹാച്ച് ചെയ്യപ്പെട്ട ഗൂഢാലോചന എന്നൊക്കെ പറയുന്നത് എന്താണ്? വിമാനത്തിൽ കയറി മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചത് ഗൂഢാലോചന എന്ന് പറയും പോലെ ബാലിശമല്ലേ ശ്രീ ജയേന്ദ്രൻ? അല്ല, അത് ഹാഷ്മി, ഇന്നത്തെ ഫ്ലോറിൽ നിങ്ങൾ ഒരുപക്ഷെ അങ്ങനെ പറയുന്നെങ്കിൽ നാളെ നിങ്ങൾക്ക് തിരുത്തി പറയേണ്ടി വന്ന എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ന് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക് വെച്ച് ചില ക്യാപ്സൂളുകളുമായിട്ടുള്ള ആളുകൾ ഇരിക്കുമ്പോൾ അവർക്ക് തന്നെ പറയേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം വളരെ കൃത്യമല്ലേ? ഇല്ല, കൃത്യമല്ല. ഇദ്ദേഹത്തെ രാജ്ഭവൻ അംഗീകരിച്ച രാജ്ഭവൻ അംഗീകരിച്ച ഗവർണർ VC ഒപ്പിട്ട കടലാസിൽ 60 മിനിറ്റ് പ്രോഗ്രാമിൽ ഇത് ഉണ്ടായിരുന്നോ? അവിടെ നേരത്തെ അവർക്ക് ഇറങ്ങിപ്പോകാൻ എങ്ങനെയാണ് അവസരം കൊടുത്തത്? എന്തുകൊണ്ട് രാജ്ഭവൻ ചോദിച്ചൊരു റിപ്പോർട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ സാക്ഷി എന്നല്ല, അദ്ദേഹം എന്താണ് കണ്ടത് എന്ന്, അദ്ദേഹം നിയമപരമായി നടപടികൾ തുനിയാൻ തയ്യാറാവാത്ത സാഹചര്യം ചോദിച്ചപ്പോൾ ഉത്തരമില്ല ഹാഷ്മി. ഇതൊക്കെ വെച്ചിട്ട് ഒരു പൗരൻ എന്ന നിലയ്ക്ക്, അദ്ദേഹം ഗവർണറാണെന്ന നിലയ്ക്ക് സ്വന്തം ജീവൻ ഉത്കണ്ഠയുള്ള ഒരു പൊതുപ്രവർത്തകൻ കൂടിയല്ലേ അദ്ദേഹം. നിങ്ങളെയും എന്നെയും പോലെയല്ല, അദ്ദേഹം ഏറെക്കാലത്തെ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള അക്കാഡമീഷ്യനായ നിയമജ്ഞനായ ഒരു കഴിവുറ്റ വ്യക്തിയാണ്. മാത്രമല്ല സാംസ്കാരിക കേരളത്തോടൊപ്പം ഇന്ന് മാധ്യമ കേരളവും ഒരുപക്ഷെ ഇദ്ദേഹത്തിനോടൊപ്പം നിൽക്കേണ്ടി വരുന്നു. കേരളത്തിലെ പൊതുസമൂഹം ഇദ്ദേഹത്തിന്റെ കൂടെയാണ് എന്നുള്ളതാണ് ഹാഷ്മി എന്റെ വ്യക്തമായ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് BJP കൃത്യമായിട്ട് പറഞ്ഞു ആരോപണങ്ങളെ പറയുമോ? ശ്രീ ടി പി ജയേന്ദ്രൻ, താങ്കൾ പറയുമോ കണ്ണൂർ സർവകലാശാല VC ഒരു കുറ്റവാളിയാണ്? താങ്കൾ പറയുമോ? കെ സുരേന്ദ്രൻ പറയുമോ? അമിത്ഷാ പറയുമോ? നരേന്ദ്രമോദി പറയുമോ? പറയില്ലല്ലോ. രാഷ്ട്രീയമായി പോലും ആരും പറയാത്ത അത്ര തരംതാണ ആക്ഷേപമാണെന്ന് ഉന്നയിച്ചത്. ആ ആരോപണത്തിനൊപ്പം സാംസ്കാരികൾ നിൽക്കുമെന്നോ? എവിടെ നിൽക്കുമെന്ന്? ഹാഷ്മി, ഈ വിഷയം നിങ്ങളും ഞാനും ചർച്ച ചെയ്യാൻ കാരണക്കാരായ യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ വ്യക്തമായ ആൾ ഇന്ന് ചാനലിൽ വന്ന് പറഞ്ഞു, he is a political criminal, താങ്കൾ he is an പറയുമോ? academic criminal. താങ്കൾ പറയുമോ? ഹാഷ്മി, BJPക്ക് നിലപാടുണ്ടോ? ഹാഷ്മി, ഞാനിത് രണ്ട് സാധ്യതകളെയും എനിക്ക് രണ്ടുപേരെയും നേരിട്ട് കണ്ടതോ ഞാൻ സാക്ഷിയുമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ വ്യക്തിപരമായി ചോദിച്ചല്ല. കേരളത്തിലെ മുൾമുനയിൽ നിർത്തരുത്. ഇല്ല, ഞാൻ വ്യക്തിപരമായി ചോദിച്ചല്ല. കേരളത്തിലെ ഭരണകൂടം ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. ഞാൻ വ്യക്തിപരമായി ചോദിച്ചതല്ല. കേരളത്തിലെ BJP സംസ്ഥാന നേതൃത്വത്തിന് കണ്ണൂർ സർവകലാശാല VC ഒരു ക്രിമിനലാണ് എന്ന നിലപാടുണ്ടോ ശ്രീ ടി പി ജയേന്ദ്രൻ? അതുകൊണ്ടാണല്ലോ ഇന്ന് സംസ്ഥാന അധ്യക്ഷൻ മാധ്യമങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇതിനെക്കുറിച്ച് ഇതിന്റെ സത്യസന്ധമായ വിലയിരുത്തൽ വരണമെങ്കിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അത് സ്വാഭാവികമല്ലേ? അത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീം അത് സ്വാഭാവികമല്ലേ ശ്രീ ജയേന്ദ്രൻ? അത് സ്വാഭാവികമാണ്. കാര്യം, ഒരു ഗവർണർ എന്നെ കൊല്ലാൻ വന്നു എന്ന് പരസ്യമായി പറയുമ്പോൾ അന്വേഷിക്കണം, ഒരു സംശയമില്ല. എന്റെ ചോദ്യം അതായിരുന്നില്ല. കണ്ണൂർ സർവകലാശാല VC ഒരു ക്രിമിനലാണ് എന്ന നിലപാട് BJP സംസ്ഥാന നേതൃത്വത്തിനുണ്ടോ? രാജ്ഭവൻ കൊടുത്ത പരിപാടികളിൽ നിന്നും വ്യതിചലിച്ച് തന്റെ അംഗരക്ഷകനെ അസാൾട്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ വസ്ത്രം കീറിയ കാര്യത്തിൽ ഒരു പരാതി പോലും എന്നെ ക്ഷണിച്ചു വന്ന ആൾ കൊടുക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഇതിനെക്കുറിച്ച് നിയമ നടപടിക്കായി രാജ്ഭവൻ അദ്ദേഹത്തിന്റെ കണ്ട കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇന്നേ വരെ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇതെല്ലാം കൂട്ടി വായിക്കുന്നു അദ്ദേഹം. അതുകൊണ്ട് ഇപ്പൊ അദ്ദേഹം പറയുന്നു പുതുതായിട്ട് ഇതിന് ഗൂഢാലോചന നടത്തിയ സംഭവത്തിലും ഇദ്ദേഹം പങ്കാളിയായതായിട്ട് ഫ്രം ദ ഹയർ ക്വാർട്ടേഴ്സ് അദ്ദേഹത്തിന് വിവരങ്ങൾ കിട്ടിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ എങ്കിലും ഹാഷ്മി കേരളത്തിലെ സംശയം അകറ്റാൻ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെ വിട്ട് ഇത് അന്വേഷിപ്പിക്കുന്നതല്ലേ കൂടുതൽ ഉചിതം? നമ്മൾ രണ്ടുപേരെയും വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ വിലയിരുത്തുകയോ നിഗമനങ്ങൾ എത്തുകയോ വേണ്ട. ശരി. എന്തായാലും 2 വർഷത്തിന് ഇപ്പുറമാണ് കേട്ടോ ഗവർണർ ഇതൊക്കെ കൂട്ടി വായിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരെ കാണുന്ന ദൃശ്യങ്ങൾ അന്ന് ചരിത്ര കോൺഗ്രസ് വേദിയിലുള്ള ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളിൽ
ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പൗരത്വ ഭേദഗതിക്ക് അനുകൂലമായ രാഷ്ട്രീയ പ്രസംഗത്തിന് സമാനമായ രീതിയിൽ പ്രസംഗിക്കുമ്പോൾ അവിടെ ആ സമയത്താണ് ആ കുട്ടികൾ പേപ്പർ എടുത്ത് പ്ലക്കാർഡുകൾ എഴുതുന്നത്, ഉയർത്തി കാണിക്കുന്നത്. JNUവിലെ കുട്ടികളാണ്, മറ്റ് സർവകലാശാല കുട്ടികളാണ്, നൈസർഗികമായ പ്രതിഷേധം ഏത് രീതിയിൽ ഉയർത്തണം എന്നറിയാവുന്ന കുട്ടികളാണ്. അതാണ് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരാണ്. ഞാൻ എത്താം TP ജയേന്ദ്രൻ. ശ്രീ ജേക്സി തോമസ്, നമുക്കറിയില്ല, ഇവിടെ ഇപ്പോൾ ഗവർണർ ഡൽഹിയിലാണുള്ളത്. ഗവർണറെ ചരിത്ര കോൺഗ്രസ് വേദിയിലിട്ട് അപായപ്പെടുത്തി കൊല്ലാൻ ഇപ്പോൾ ഇർഫാൻ ഹബീബ് അങ്ങനെ ഇരുന്നാലും അദ്ദേഹത്തിന് ഒരാളെ കൊല്ലാനുള്ള ആരോഗ്യമുണ്ടോ നമുക്ക് അറിയില്ലല്ലോ. ശ്രീ ജേക്സി തോമസ്, ഗൂഢാലോചന നടന്നു. ഈ ആരോഗ്യത്തിന്റെ അളവ് എങ്ങനെയാ ഹാഷ്മി? ഇല്ല ശരി, അല്ല കൊല്ലാനുള്ള ആരോഗ്യത്തിന്റെ അളവ് മാനദണ്ഡം എന്താ? ഇല്ല, ഞാൻ അതാണ് പറഞ്ഞത്. ഞാൻ ജേക്കിനോട് ചോദിക്കുന്നത് അതാണ്. ഇർഫാൻ ഹബീബ് അങ്ങനെ മെലിഞ്ഞ് ആടിയാടി ഒരു കാറ്റത്ത് പറന്നു പോകുന്ന ഒരു ജ്ഞാനവൃദ്ധനെ പോലെ നിന്നാലും ഒരാളെ കൊല്ലാനുള്ള ആരോഗ്യമുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെ കൊല്ലാൻ ഡെപ്യൂട്ട് ചെയ്ത ആളാണ് ഇർഫാൻ ഹബീബ്. അതിന്റെ ഗൂഢാലോചന നടന്ന ഡൽഹിയിലാണ് എന്ന് ഗവർണർക്ക് അവിടെ നിന്നോ സ്പെഷ്യൽ റിപ്പോർട്ട് കിട്ടിയെന്നാണ് TP ജയേന്ദ്രൻ പറഞ്ഞു. എനിക്കതറിയില്ല. അങ്ങനെയാണെങ്കിലോ ശ്രീ ജയ്ക്ക്? അതായത് നമ്മളുടെ നാട്ടിൽ ഏത് ഉന്നതമായ പദവിയിലേക്കും ഇപ്പോൾ ചില പദവികൾക്ക് ഔന്നത്യം നമ്മൾ കൽപ്പിച്ചു കൊടുക്കാറുണ്ട്. സ്വതവേ അത്തരം ചില പദവികൾ അത്തരം അസാധാരണമായ ഔന്നത്യങ്ങളെ ആർജിച്ചെടുക്കാറുണ്ട്. കേരള ഗവർണറുടെ സമീപകാല പ്രതികരണങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളും കാണുമ്പോൾ ഞാൻ സന്ദർഭവശാൽ ഓർമ്മിക്കട്ടെ, ബഹുമാന്യനായ BJP പ്രതിനിധിയുടെ നിഷ്കളങ്കമായ പ്രതികരണങ്ങളെ നമ്മളുടെ ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകർ ആരെങ്കിലും വിശ്വസിച്ചാൽ അവർ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ, അദ്ദേഹം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദിയല്ല ഇർഫാൻ ഹബീബ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം നിങ്ങളുടെ സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് എൻ്റെ മുഖം മറച്ചിട്ടാണെങ്കിലും ഒന്ന് കാണിക്കുന്നത് പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരാളെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കാൻ നന്നാവും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഒരു മനുഷ്യനെ സംബന്ധിച്ചാണ് നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൻ്റെ ഗവർണർ ഒരു കൊലപാതക ശ്രമത്തിൻ്റെ ഗൂഢാലോചനയുടെ വക്താവ്, അതിൻ്റെ കേന്ദ്രം എന്ന നിലയിൽ വിശേഷിപ്പിക്കുന്നത്. ഏത് മഹാപർവ്വതം കണക്കെ ശിരസുയർത്തി നിൽക്കുന്ന ഉന്നതമായ പദവിയിൽ ഇദ്ദേഹത്തെ പോലെ ആളെ കയറ്റിയിരുത്തിയാലും ആ മഹാപർവ്വതത്തിന്റെ ഗിരിമയുള്ള പദവി പാതാളത്തോളം ഇടിച്ചു താഴ്ത്തുവാനും ഏത് മനുഷ്യത്വമില്ലാത്ത ഒരുത്തനും കയറിയിരിക്കാൻ കൊള്ളുന്ന ഒരു വൃത്തികെട്ട പദവിയാണ് ഇത് എന്ന് വരുംകാല കേരള ചരിത്രം പഠിക്കുവാനും നമ്മളുടെ ഇപ്പോഴത്തെ ഗവർണറുടെ പ്രതികരണങ്ങൾ, അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങൾ ഉപകരിക്കുമെന്നുള്ളതാണ് ചരിത്രപരമായ യാഥാർത്ഥ്യം. കാരണം ഗവർണർ പദവി ഏത് ഉന്നതനായ മനുഷ്യനിരുന്നിട്ടും കാര്യമില്ല. ഇയാളെ പോലൊരു മനുഷ്യൻ അവിടെ ഇരുന്നാൽ ആ പദവിക്ക് ഒരു ഔന്നത്യവും ഉണ്ടാകില്ല. ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലെ ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന ഒരു വൃത്തികെട്ട പദവിയായിരിക്കും കേരള ഗവർണർ എന്ന അനുഭവം വരുംകാല ചരിത്രത്തിന് ഉപകരിക്കാൻ ഇദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളും പ്രതികരണങ്ങളും. ആരാണ് ബിനോയ് വിശ്വം പറയുന്നത്? ആരിഫ് മുഹമ്മദ് ഖാൻ BJPയുടെ ഗുണ്ട എന്നാണ്. ബിനോയ് വിശ്വം പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ BJPയുടെ ഗുണ്ട എന്നാണ്. ബിനോയ് വിശ്വം അങ്ങനെ പറയുമ്പോൾ, BJPയുടെ ഗുണ്ട എന്ന് അധിക്ഷേപിക്കുമ്പോൾ, ഈ പറയുന്ന കണ്ണൂർ VC ക്രിമിനൽ ആണെന്ന് പറയുന്ന ഗവർണറുടെ നിലവാരത്തിലേക്ക് താഴുകയാണ് ബിനോയ് വിശ്വവും. അല്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോട് ചേർന്നതുകൊണ്ട് മറ്റെന്തെങ്കിലും കാര്യം പറയാനല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ചരിത്രബോധമുള്ള മനുഷ്യന്മാരിൽ ചില ഗുണ്ടകൾ പോലുമുണ്ട്. ചരിത്രപരമായി സത്യസന്ധമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ ചില ഗുണ്ടകൾ പോലുമുണ്ട്. അന്തസ്സുള്ളവർക്ക് കൂടെ അപമാനമായി ചില ഗുണ്ടകൾ പോലുമുണ്ട്. അതാണ് അങ്ങിപ്പോ ചൂണ്ടിക്കാണിച്ച പ്രതികരണത്തോട് എനിക്ക് പ്രതികരിക്കാനുള്ളത്. ഡോക്ടർ ഇർഫാൻ ഹബീബ് ആരാണ്? ബഹുമാനീയനായ BJP വക്താവിന് അറിയുമോ? കണ്ണൂർ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിട്ടുള്ള ഡോക്ടർ ഗോപിനാഥ്, അദ്ദേഹം ആരാണ്? ബഹുമാനീയനായ BJP നേതാവിന് അറിയുമോ? അതായത് ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്ററി ആൻഡ് റിസർച്ച് എന്ന ICHR-ന്റെ ദീർഘകാല മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളായിരുന്നു ഡോക്ടർ ഗോപിനാഥ്. അദ്ദേഹം ആ സ്ഥാനം ഉപേക്ഷിച്ചു പോന്നിട്ടുണ്ട്. എപ്പോഴാണ്? 2014 അനന്തരം മതാത്മക രാഷ്ട്രീയത്തിന്റെ ഇന്ത്യൻ അനുഭവങ്ങൾ രാജ്യത്ത് പെരുകി വരുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട്, കുറച്ചുകൂടെ പറഞ്ഞാൽ BJP നേതാവ് മറന്നിരിക്കാൻ സാധ്യതയില്ലാത്തൊരു പേരുണ്ട്, അഖില ഭാരതീയ ഇതിഹാസ സങ്കലന യോജന. അതായത് നമ്മളുടെ ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾക്ക് പകരം, ചരിത്രപരമായ വസ്തുതകൾക്ക് പകരം, യുക്തിപൂർവമായ ചിന്തകൾക്ക് പകരം ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ പരിഹാസ രൂപേണ ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു. എന്തായിരുന്നു അത്? ക്ലോണിങ്ങിന്റെ ആദ്യ ഉൽപ്പന്നം ഡോളി എന്ന ചെമ്മരിയാടല്ല, അത് മറ്റു ചിലതാണ് എന്ന് ഇതിഹാസങ്ങളെ കൂട്ടുപിടിച്ച് ഒരാൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു. ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട വിമാനം അത് റൈറ്റ് സഹോദരന്മാരുടേതല്ല, അത് മറ്റൊന്നാണ് എന്ന് മിത്തുകളുടെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ പ്രചരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. പ്ലാസ്റ്റിക് സർജറിയുടെ ആദ്യ ഉൽപ്പന്നം അത് ഇതിഹാസങ്ങളും മിത്തുകളും നമ്മൾ കണ്ടുപരിചയിച്ചിട്ടുള്ള ചില കഥാപാത്രങ്ങളാണ് എന്നൊരു കൂട്ടർ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ആ പ്രചാരക സംഘത്തിന്റെ നേതാവായിരുന്നു Y സുദർശന റാവു. അദ്ദേഹത്തെ BJP ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ റൊമില താപ്പറും ഇർഫാൻ ഹബീബും ഡോക്ടർ ഗോപിനാഥും അതേപോലെ ചരിത്രത്തിൽ അസാധാരണമായ സംഭാവന നൽകിയ മഹാപണ്ഡിതന്മാർ, ഇവരാരും CPIM-ന്റെ പാർട്ടി അംഗത്വമുള്ളവരല്ല. ഇവരാരും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ദയാരഹിതമായ പിന്തുണ എല്ലാ കാലവും അർപ്പിച്ചിട്ടുള്ളവരുമല്ല. പക്ഷെ ഇവരൊക്കെ നിലയുറപ്പിച്ചിരുന്ന സ്ഥാനത്തേക്ക്
ഈ ചരിത്ര വസ്തുതകളെ മറച്ചുവെച്ച് യുക്തിപൂർവമായ ചിന്തയെ നിഷ്കാസിതമാക്കി യുക്തിചിന്തയുടെ ആകാശത്തെ ഗ്രഹണം ബാധിച്ച പോലെ പരുവപ്പെടുത്തുന്നതിന് വേണ്ടി സുദർശന രാമുവിന്റെ അഖില ഭാരതീയ ഇതിഹാസ യോജന സംഘത്തെ RSSന്റെ ഒരു മൂന്നാംകിട ആരാധനാക്കൂട്ടത്തിന്റെ നേതാവിനെ ISRന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്ന് ഒരുപാട് ചരിത്രത്തിലേക്ക് പോലെ ഒരുപാട് ചരിത്ര സമയമില്ല. അതുകൊണ്ടാണ് ജയിക്ക് ഇവിടെ TP ജയന്ദ്രൻ പറയുന്നത് ഇവർ പറയുന്ന ഒരു കാരണം ഇവർ ICHRൽ നിന്ന് സ്ഥാനം രാജിവെച്ച് പോന്നവരാണ് ഇവർക്ക് സ്വാഭാവികമായി ഇതിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകും. ഇവരോട് അല്ല ജയിക്ക് TP ജയന്ദ്രൻ പറയുന്ന കുറ്റവാളിയാണ്, ഇയാൾ ക്രിമിനലാണ് എന്ന് പറയാനുള്ള കാരണം താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടിരുന്നതാണ് ഇടപെട്ടുവെങ്കിലും. ശ്രീ ജെയ്സി തോമസ്, ഇവിടെ എന്താണ് ഒരു ADC ഒരു യാദവ്, ശരി അതിനകത്ത് സമയം നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ശ്രീ ജെയ്സി തോമസ്, ഇവിടെ ഞാൻ പറയുന്നത് ഇടപെടലിനെ കുറിച്ച് ആഷ്മി ഇദ്ദേഹം സൂര്യന് കീഴിലുള്ള പലതിനെ കുറിച്ചും പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. 8 മണി മുതൽ 8:15 വരെ നമ്മൾ സംസാരിക്കുകയായിരുന്നു ശ്രീ TP ജയന്ദ്രൻ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ജെയ്സി തോമസ്, ഇവിടെ ഏതോ ഒരു യാദവ് ADC ഒരു യാദവിന്റെ ഉടുപ്പ് വലിച്ചു കയറി ഇർഫാൻ ഹബീബ്. ADC പരാതി കൊടുത്തിട്ടുണ്ട്, അതിലൊരു നടപടിയും ഉണ്ടായില്ല, ഒരു പരാതിയും കേസെടുത്തില്ല. അതാണ് ഈ കുറ്റവാളി എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന മൂലകാരണമായി പറയുന്നത് TP ജയന്ദ്രനും ഗവർണറും. ജയിക്ക് അല്ല, ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ഏതോ ഒരു യാദവിനെ ഇന്ത്യക്ക് അസാധാരണമായ സംഭാവന നൽകിയ പ്രൊഫസർ ഇർഫാൻ ഹബീബ് ആക്രമിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ആ പരാതിയുടെ പുറത്ത് എന്തുകൊണ്ട് കേസെടുത്തില്ല എന്നാണ് പറയുന്നത്. ഇവർ തിരികെ നിശ്ചയമായും അതേ മാനദണ്ഡ പ്രകാരം, അതേ അളവുകോൽ പ്രകാരം, ഞാൻ ഇനി നിയതമായ അന്വേഷണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകണമെങ്കിൽ പോകാം. അന്ന് CCTV ദൃശ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സർവകലാശാല സിൻഡിക്കേറ്റ് പരിശോധിച്ചു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമുണ്ടായി. പോലീസിന്റെ സവിശേഷകരമായ അന്വേഷണ റിപ്പോർട്ട് ആ സമയത്ത് വന്നു. ഗവർണർ ഓഫീസ് നിർബന്ധിതപൂർവ്വം സർവകലാശാല സിൻഡിക്കേറ്റിനോടും അധികാര സംഘത്തോടും അതോടൊപ്പം നീതിന്യായ വ്യവസ്ഥയുടെ പല രൂപങ്ങളോടും നിർബന്ധമായി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് കിട്ടാൻ സമ്മർദ്ദം ചെലുത്തി. അതൊക്കെ സംഭവിച്ചതാണ്. അതിനുശേഷം ക്ലീൻ ചിറ്റ് കൊടുക്കപ്പെട്ട് അവസാനിപ്പിച്ച് പോയതുമാണ് ആ വിഷയം. പക്ഷേ ഇവരുടെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നീതിന്യായപൂർവ്വം നമുക്ക് സംവദിക്കണമെങ്കിൽ ഡോക്ടർ ഇർഫാൻ ഹബീബിനെ പോലൊരു മനുഷ്യൻ ഗവർണറുടെ ഏതോ ഒരു സഹായിയെ, ഗവർണറുടെ കൂടെ വന്നിട്ടുള്ള ഏതോ ഒരു മിത്രത്തെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ ബട്ടൺസ് പോയെന്നോ കോളറിന്റെ നൂലിളകിയെന്നോ ഒക്കെ പറഞ്ഞാൽ ഇവർ ഇക്കൂട്ടർ വേണമെങ്കിൽ നാളെ അവകാശപ്പെടും സവർക്കറെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ ഗാന്ധി പ്രതിയായിരുന്നു, അല്ലെങ്കിൽ ഗാന്ധിക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന ന്യായം പോലും ഇക്കൂട്ടർ പറഞ്ഞു കളയും. ഡൽഹിയിൽ നിന്ന് പറയുന്നു 2 വർഷങ്ങൾക്കിപ്പുറം അങ്ങനെ ലഘൂകരിക്കാൻ കഴിയുന്നതല്ല. ഇന്ന് ഡൽഹിയിൽ നിന്ന് ഗവർണർ ആരിഫ് മുഹമ്മദിനെ പറയുന്നത് തന്നെ അന്ന് അവിടെയുള്ള ഗൂഢാലോചന ഡൽഹിയിൽ ഹാച്ച് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. ജയ്ക്ക് ഒരൊറ്റ മിനിറ്റ്, ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അന്നത്തെ ഈ 2 വർഷം മുൻപ് നടന്ന സംഭവമാണല്ലോ, അന്നത്തെ ആ വാർത്തയിലേക്ക് ഒരൊറ്റ മിനിറ്റ്, ആ വാർത്തയിലേക്ക് ഞാൻ പ്രേക്ഷകരുടെ ഓർമ്മ ഒരിക്കൽ കൊണ്ടു നമ്മുടെ പ്രതിനിധി അർജുൻ മട്ടന്നൂർ അന്ന് ചെയ്ത ഒരു റിപ്പോർട്ട് വളരെ പെട്ടെന്ന് കാണാൻ തിരികെ. കണ്ണൂർ സർവകലാശാലയിൽ നടന്ന ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ ഉദ്ഘാടന വേദിയിൽ പ്രോട്ടോകോൾ ലംഘനമുണ്ടായെന്ന ഗവർണറുടെ ആരോപണം ശരിവെക്കുകയാണ് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ. ചരിത്ര കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ പ്രൊഫസർ ഇർഫാൻ ഹബീബിന്റെ പ്രസംഗം ചടങ്ങിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ചടങ്ങിൽ പല കാര്യങ്ങളും ശരിയായ രീതിയിലല്ല നടന്നതെന്നും ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ. അവിടെ പല കാര്യങ്ങളും ശരിയായ നടപടിയായിരുന്നില്ല. പ്രോട്ടോകോളിന് ലംഘനം പറഞ്ഞാൽ 2 ആൾക്കാർ പ്രൊപ്പോസ് ചെയ്യാൻ വന്നു, സീനിയർ പ്രൊഫസേഴ്സ് പേര് പ്രൊപ്പോസ് ചെയ്യാൻ വന്നിരുന്നു. അത് അതിലില്ലാത്ത ഒന്നായിരുന്നു. ഇതിന് പിന്നാലെ വൈസ് ചാൻസലറെ തിരുത്തിക്കൊണ്ട് സംഘാടക സമിതിയുടെ പ്രസ് റിലീസ് പുറത്തു വന്നു. ചടങ്ങിൽ പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിട്ടില്ല. 1935 മുതലുള്ള ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ കീഴ്വഴക്കങ്ങൾ പോലും ഗവർണറുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം മാറ്റേണ്ടി വന്നു. വേദിയിലിരിക്കേണ്ട എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് പോലും സദസ്സിലിരിക്കേണ്ടി വന്നു. ചരിത്ര കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഇർഫാൻ ഹബീബിൽ നിന്നും അമിയ കുമാർ ബാഗ്ജി അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുന്ന ചടങ്ങിന് ഗവർണറുടെ ഓഫീസ് അനുമതി നൽകിയതാണെന്നും സംഘാടകർ. നേരത്തെ തന്നെ ഗവർണറുടെ ഉൾപ്പെടെ ഓഫീസിന് അനുവാദം വാങ്ങിയിട്ടുള്ളതാണ്. അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അനുവാദം വാങ്ങിച്ചിട്ടുണ്ടെന്ന കാര്യം എനിക്കറിയില്ല. പക്ഷേ ബാഗ്ചി സ്ഥാനം ഏറ്റെടുക്കുന്നു എന്നുള്ള കാര്യം സംബന്ധിച്ച് ഗവർണറുടെ ഓഫീസിന് അനുവാദം തന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ കാര്യപരിപാടി ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ഗവർണറെ ക്ഷണിച്ചിട്ടില്ലെന്നും കണ്ണൂർ സർവകലാശാലയാണ് ക്ഷണിച്ചതെന്നും പ്രൊഫസർ ഇർഫാൻ ഹബീബ്. പോലീസ് നടപടിയിലടക്കം സംസ്ഥാന സർക്കാർ മറുപടി പറയണം. ഹിസ്റ്ററി കോൺഗ്രസിന്റെ പരിപാടികളിൽ മാറ്റം വരുത്തിയ ഗവർണർക്കും സർവകലാശാലക്കുമെതിരെ രൂക്ഷ വിമർശനവും ഉണ്ടായി. I felt it my duty to say when the governor went on and on and on matters which were of no concern to the Indian History Congress. അതിനിടെ ഗവർണറെ തടഞ്ഞ ഇർഫാൻ ഹബീബിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് സംഘപരിവാർ സംഘടനകൾ ഹിസ്റ്ററി കോൺഗ്രസ് നടക്കുന്ന കണ്ണൂർ സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തി.
ചരിത്ര കോൺഗ്രസ് കങ്കാണികളെ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസിനെത്തിയ പ്രതിനിധികൾ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സർവകലാശാലക്കുള്ളിൽ പ്രതിഷേധിച്ചു. ക്യാമറമാൻ വിജിത് ഊർക്കടവിനൊപ്പം അർജുൻ മട്ടന്നൂർ, 24 കണ്ണൂർ. 2 വർഷം മുൻപുള്ള റിപ്പോർട്ടാണ്. അതായിരുന്നു ഇർഫാൻ ഹബീബ് ഈ പറയുന്ന എന്താണ് ഗവർണറുടെ കൂടെയുള്ള ഉദ്യോഗസ്ഥനെ, കരുത്തനായ ഉദ്യോഗസ്ഥനെ ആക്രമിച്ചു എന്ന് പറയുന്ന, ഗവർണറെ അപായപ്പെടുത്തി വധിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ചരിത്ര ഇർഫാൻ ഹബീബിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ അതിൽ കണ്ടത്. ഞാൻ വളരെ പെട്ടെന്ന് ചർച്ചയിലേക്കാണ് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ഷുദ്രശക്തികൾക്കെതിരായ പോരാട്ടത്തിൽ ഗവർണർ ഒറ്റയ്ക്കാവില്ല. കേരളീയ സമൂഹത്തിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹത്തിനുണ്ട്. വൈകിയെങ്കിലും ധീരമായ നിലപാട് സ്വീകരിച്ച ഗവർണറെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കുന്നുവെന്നും സുധാകരൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പാണ്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, അങ്ങനെ ഗവർണർക്ക് സർവാത്മന സ്നേഹത്തോടെയുള്ള പിന്തുണ കൊടുക്കാനും മാത്രം ഇവിടെ ഉണ്ടായ സിനേറിയോ ചേഞ്ച് എന്താണ്? കണ്ണൂർ VC-യെ ക്രിമിനൽ എന്ന് വിളിക്കുന്നതിനെ കോൺഗ്രസും ആ അർത്ഥത്തിൽ കരുതുന്നുണ്ടോ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ? ഇപ്പോൾ കേരളത്തിൻ്റെ ഗവർണർ എന്നല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നല്ല, ആരായാലും ഒരു സമൂഹത്തിലെ ക്ഷുദ്രശക്തികൾക്കെതിരായിട്ട് ഒരു പോരാട്ടം നടത്തുകയാണെങ്കിൽ, ക്ഷുദ്രശക്തി എന്ന് പറയുമ്പോൾ ദുഷ്ടശക്തികൾ എന്നാണല്ലോ അർത്ഥം, ആ പോരാട്ടത്തെ നമ്മൾ സർവാത്മന സ്വാഗതം ചെയ്യുമല്ലോ. അതിനെ ആ തരത്തിൽ മാത്രം താങ്കൾ കണ്ടാൽ മതി. ഇവിടെ എനിക്ക് അതിനെ കുറച്ചുകൂടി ഇതിൻ്റെ ഒരു അക്കാദമിക്കൽ ഇൻട്രസ്റ്റിൽ എനിക്ക് സംസാരിക്കാനായിട്ടുള്ളത്, ഒന്ന് കേരളത്തിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് കേരളത്തിൻ്റേതെന്നല്ല, ഈ രാജ്യത്ത് ഭരണഘടന പ്രകാരം ഗവർണർ എന്ന് പറയുന്ന പദവി എത്രമാത്രം വലിയ അധികാര പരിധികളുള്ളതാണ് എന്നും ഭരണഘടന എത്ര വലിയ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹത്തിന് ബോധ്യമുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇന്ന് അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ IPC-യിലെ സെക്ഷൻ 124 അദ്ദേഹം ഒന്ന് വായിക്കണം. അസോൾട്ടിംഗ് പ്രസിഡന്റ്, ഗവർണർ എക്സെട്ര വിത്ത് ഇന്റന്റ് ടു കമ്പൽ ഓർ റിസ്ട്രെയിൻ ദ എക്സൈസ് ഓഫ് എനി ലോഫുൾ പവർ എന്ന് കൃത്യമായി, അതായത് രാജ്യത്തെ രാഷ്ട്രപതിക്കും ഗവർണർ അടക്കമുള്ള ഭരണഘടനാപരമായ പദവികൾ ഇരിക്കുന്ന ആളുകൾക്കെതിരായിട്ടുള്ള അസോൾട്ടുകളെ വളരെ വലിയ ക്രിമിനൽ കുറ്റമായി കണക്കാക്കുകയും 7 വർഷം വരെ കഠിന തടവിന് ശിക്ഷിക്കുവാൻ പര്യാപ്തമായിട്ടുള്ള കുറ്റമാണ് അതെന്ന് വിലയിരുത്തുകയും ചെയ്യുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ 120B IPC ക്രിമിനൽ കോൺസ്പിറസി 2 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന ഗുരുതരമായ കുറ്റം. പിന്നെ ആ ക്രിമിനൽ കോൺസ്പിറസിയിലൂടെ ഉരുത്തിരിയുന്ന ആക്ട് എത്രമാത്രം ഗുരുതരമാണോ അതനുസരിച്ച് ശിക്ഷ വർദ്ധിക്കാവുന്ന വിഷയം. അതായത് ഇന്നത്തെ കേരള ഗവർണർ പറഞ്ഞിരിക്കുന്ന ആരോപണം കേരളത്തിലെ കണ്ണൂർ സർവകലാശാലയിലെ വൈസ് ചാൻസലർ ശ്രീ ഗോപിനാഥ് രവീന്ദ്രൻ, അദ്ദേഹത്തെ 9 വർഷമെങ്കിലും കഠിന തടവിന് ശിക്ഷിക്കുവാൻ പര്യാപ്തമായിട്ടുള്ള കുറ്റമാണ് കേരളത്തിൻ്റെ ഗവർണർ അദ്ദേഹത്തിൽ ആരോപിക്കുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ജുഡീഷ്യൽ പവർ കൂടിയുള്ള ഒരു അധികാര സ്ഥാനമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് ദയാഹർജിയിൽ തീരുമാനമെടുക്കുവാൻ കഴിയുന്നു എന്നതുപോലെ കേരളത്തിൻ്റെ ഗവർണർക്ക് ദയാഹർജിയിൽ തീരുമാനമെടുക്കുവാൻ കഴിയുകയില്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ കുറ്റവാളികളെ കൗൺസിൽ ഓഫ് മിനിസ്ട്രിയുടെ അഡ്വൈസ് പ്രകാരം ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ശിക്ഷയിൽ ഇളവ് കൊടുക്കുവാൻ പര്യാപ്തമായ അധികാരങ്ങളുള്ള ജുഡീഷ്യലായിട്ടുള്ള പദവിയാണ് കേരളത്തിൻ്റെ ഗവർണർ. ആ ഗവർണറാണ് സംസ്ഥാനത്ത് ഒരു സർവകലാശാല വൈസ് ചാൻസലറെ, ഏതെങ്കിലും ഒരാളെ അല്ല, സംസ്ഥാനത്തിൻ്റെ വൈസ് ചാൻസലറെ ക്രിമിനൽ എന്ന് വിളിക്കുകയാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം ആരെയാണ് ക്രിമിനൽ എന്ന് വിളിക്കുന്നത്? അതായത് കോടതി വ്യവഹാരത്തിലൂടെ ഒരാൾ കുറ്റം ചെയ്തുവെന്ന് ബോധ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അയാൾ ക്രിമിനൽ ആകുന്നത്. വരെ അദ്ദേഹം കുറ്റാരോപിതൻ, കൺവിക്റ്റഡ് പേഴ്സൺ മാത്രമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഗവർണർ, ജുഡീഷ്യൽ അധികാരം കൂടിയുള്ള കേരളത്തിൻ്റെ ഗവർണർ ഒരാളെ ക്രിമിനൽ എന്ന് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരിക്കുമല്ലോ ക്രിമിനൽ ആക്ടിവിറ്റി അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന്. മാത്രമല്ല അദ്ദേഹം ആരോപിക്കുന്ന കുറ്റങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു, 9 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അങ്ങനെയാണ് എങ്കിൽ എൻ്റെ ചോദ്യം, ഒന്ന്, കേരളത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ തലവൻ കൂടിയായിട്ടുള്ള കേരളത്തിൻ്റെ ഗവർണർ 9 വർഷം വരെ കഠിനമായ ശിക്ഷ ലഭിക്കാവുന്ന പര്യാപ്തമായ കുറ്റം ചെയ്ത ഒരാൾക്കെതിരായിട്ട് എന്തുകൊണ്ട് പോലീസിൽ ഒരു പരാതി കൊടുത്തില്ല? ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് കേരളത്തിൻ്റെ ഗവർണർക്ക് ആരെങ്കിലും പറഞ്ഞുള്ള അറിവല്ല. സ്വന്തം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യമുള്ള ഗോപിനാഥ് രവീന്ദ്രനെ പോലെ ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ പെർഫോം അദ്ദേഹത്തിൻ്റെ കേരള ഗവർണറുടെ മുന്നിലേക്ക് വരികയാണ്. വൈസ് ചാൻസലർ തസ്തിക, വൈസ് ചാൻസലർ എന്ന് പറയുന്ന അടുത്ത തലമുറയെ വാർത്തെടുക്കുന്ന കേരളത്തിലെ സർവകലാശാലയുടെ അക്കാദമികമായിട്ടുള്ള അവസാന വാക്കാണ് സർവകലാശാല വൈസ് ചാൻസലർ. അങ്ങനെ ഒരു പദവിയിലേക്ക് ഒരു ക്രിമിനലിൻ്റെ അപേക്ഷ വരുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൻ്റെ ഗവർണർ അത് അംഗീകരിക്കുവാൻ തയ്യാറായി?
മൂന്നാമത്തെ പ്രശ്നം കേരളത്തിലെ പ്രതിപക്ഷം, കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ അക്കാദമിക സമൂഹം, കേരളത്തിലെ വിദ്യാർത്ഥികൾ അടക്കമുള്ള ആളുകളുടെ പ്രതിഷേധത്തെ ഒന്നും വകവയ്ക്കാതെ ഒരു ഹരിയസ്കർത്ത എന്ന് പറയുന്ന RSSന്റെ സഹയാത്രികനും ജന്മഭൂമി എന്ന RSSന്റെ മുഖപത്രത്തിന്റെ BJP മുഖപത്രത്തിന്റെ എഡിറ്ററുമായിരുന്ന ഒരു വ്യക്തിയെ തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി മാത്രം ഒരു സർവകലാശാല വൈസ് ചാൻസലർക്കെതിരായി അദ്ദേഹം തന്നെ ആ കാലയളവിൽ ഉയർത്തിയ എല്ലാ ആരോപണങ്ങളെയും റദ്ദ് ചെയ്തുകൊണ്ട് നിയമനം കൊടുത്തു. അപ്പോൾ ഗോപിനാഥ് രവീന്ദ്രൻ ഒരു ക്രിമിനലാണ് എന്ന ഗവർണറുടെ വാക്ക്. അപ്പോൾ കേരള ഗവർണറെ നമ്മൾ അവിശ്വസിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കേരള ഗവർണർ അത്ര വലിയ പദവിയാണ്. ആ പദവിയിലിരിക്കുന്ന ഒരാളെ ക്രിമിനൽ എന്ന് വിളിക്കുന്നു. ആ ക്രിമിനലിനെ കണ്ണൂർ സർവകലാശാലയിലെ വൈസ് ചാൻസലറായി നിയമിക്കുക വഴി ഒരു ക്രിമിനലിന് സർവകലാശാലയിലെ ഉന്നതമായ പദവി കൊടുത്ത ആ പ്രവൃത്തി മറ്റൊരു ക്രൈമല്ലേ? അതൊരു ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ? അപ്പോൾ ഒരു ക്രിമിനലിനെ അപ്പോയിന്റ് ചെയ്ത അപ്പോയിന്റിംഗ് ഏജൻസിയായ ഗവർണറെ നമ്മൾ എന്തു പേരെടുത്ത് വിളിക്കണമെന്ന് അദ്ദേഹം തന്നെ ഒന്ന് വിലയിരുത്തിയാൽ മതി. ഒന്നാമത്തെ ഭാഗം. ഇനി ഞങ്ങൾ ഗവർണർക്കൊപ്പമോ സർക്കാരിനൊപ്പമോ അല്ല ഈ വിഷയത്തിൽ. വിഷയങ്ങളുടെ മെറിറ്റിനോടൊപ്പമാണ്. നിങ്ങൾ ഈ വിഷയത്തിൽ ഗവർണർക്കൊപ്പമാണ്. ഇപ്പോ കെ സുധാകരൻ വലിയ സ്നേഹം കാണിക്കുകയാണ്. ഇഷ്യൂവിനൊപ്പമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ശ്രീ രാഹുൽ മങ്കൂട്ടത്തിൽ, നമ്മൾ ഈ പറയുന്ന പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ കാണുന്നുണ്ട്. അവിടെ ഗവർണറും ഒരു പ്രതിപക്ഷ പാർട്ടിയും ഭരിക്കുന്ന സംസ്ഥാനവും തമ്മിൽ ഏറ്റുമുട്ടില്ലാത്ത ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ പേര് രാഹുൽ ചൂണ്ടിക്കാണിക്കാമോ? നിങ്ങളുടെ രാജസ്ഥാനിൽ ഇതേ പ്രശ്നം ഉണ്ടാവുകയും ചാൻസലർ പദവി മൊത്തം എടുത്തു കളയുകയും അവിടെ നിയമനാധികാരം മുഖ്യമന്ത്രിയിലേക്ക് നിക്ഷിപ്തമാക്കുകയും ചെയ്തു എന്നാണ് എൻ്റെ പരിമിതമായ അറിവ്. സബ്ജക്ട് കറക്ഷൻ. രാഹുൽ മങ്കൂട്ടത്തിൽ, അങ്ങനെ രാജ്യം മൊത്തം അത്തരത്തിൽ ഗവർണർമാർ രാഷ്ട്രീയ പ്രേരിതമായി പെരുമാറുന്നു എന്നത് പകൽ പോലെ വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ, പലപ്പോഴും സ്ഥിരീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ, ഇവിടെ ഗവർണർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ഇനി മെറിറ്റ് ഉണ്ടെങ്കിൽ പോലും അത് മെറിറ്റിന് വേണ്ടി, സത്യത്തിന് വേണ്ടി കാണിക്കുന്ന ഒരു എക്സസൈസ് ആണ്. അത്രയും നിഷ്കളങ്കനാണോ നിങ്ങൾ, ശ്രീ രാഹുൽ മങ്കൂട്ടത്തിൽ? അല്ല, ഗവർണർ പറയുന്ന വിഷയങ്ങളെ എല്ലാം പൂർണ്ണമായി അംഗീകരിക്കുന്നവരാണോ താങ്കൾ? അത് ഏത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? മുൻകാലങ്ങളിൽ പ്രതിപക്ഷ നേതാവിന്റെയും PCCയുടെ പ്രസിഡന്റിന്റെയും ഒക്കെ പ്രസ്താവനകൾ താങ്കൾ കേട്ടിട്ടില്ലേ? ഗവർണർ ഇപ്പോൾ പറയുകയാണ് അനധികൃതമായ ബന്ധു നിയമനം നടക്കുന്നു. ആ വിഷയത്തിൽ ഗവർണർ പറയുന്ന ആ നിലപാടിനെ അല്ല, യഥേഷ്ടം ബന്ധു നിയമനങ്ങളെല്ലാം നടന്നോട്ടെ, ഞങ്ങൾക്ക് അതിനകത്ത് ഒരു പരാതിയുമില്ല, പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾക്കൊരു പരാതിയുമില്ല എന്നുള്ള ഒരു നിലപാടാണോ എടുക്കേണ്ടത്? അല്ല, KK രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന് അനധികൃതമായി നിയമനം കൊടുക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് എതിർ അഭിപ്രായമുണ്ട്. ഇനി മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന R മോഹനന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന അനധികൃത നിയമനത്തിനകത്ത് ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. MP രാജേഷിന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന അനധികൃത നിയമനത്തിനകത്ത് ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. അതുപോലെ P രാജീവ് വ്യവസായ മന്ത്രിയുടെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന അനധികൃത നിയമനത്തിനകത്ത് ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. ഷംസീറിന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന നിയമനത്തിലടക്കം ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. ആ വിഷയങ്ങളിൽ ആ മെറിറ്റിനോടൊപ്പം, അല്ലാതെ ഗവർണർക്കൊപ്പം പോയി ബാറ്റ് ചെയ്യുകയല്ലോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരേ സമയത്ത് ഗവർണർക്കെതിരായിട്ടും സർക്കാരിനെതിരായിട്ടും പറഞ്ഞപ്പോൾ ഗവർണറുടെ വക്താക്കന്മാരെ എത്രയോ ചർച്ചകളിൽ ഗവർണറുടെ വക്താക്കന്മാരായി ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതികൾ എനിക്കെതിരെ സംസാരിച്ചിട്ടുള്ളത് താങ്കളുടെ ചർച്ചകൾ നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതല്ലേ? ഇനിയും ഇപ്പൊ താങ്കൾ പറയുന്നത് ശരിയാണ്. ഈ രാജ്യത്ത് സംഘപരിവാർ അധികാരത്തിലിരിക്കുമ്പോൾ ഒരുപാട് ഗവർണർമാർ അവരുടെ രാഷ്ട്രീയ അജണ്ട തന്നെയാണ് നടപ്പിലാക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഒട്ടും വ്യത്യസ്തനല്ല. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ രാജസ്ഥാനിൽ അവിടുത്തെ സിലബസിനകത്ത് ഇടപെടുകയാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് രാജസ്ഥാനകത്ത് പാഠ്യപദ്ധതിക്കകത്ത് വരെ, സിലബസിനകത്ത് വരെ കാവ്യവൽക്കരണവുമായിട്ട് അവിടുത്തെ ഗവർണർ മുന്നോട്ട് വരിക. ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ ആ റോളില്ല. ഇവിടെ കാവ്യവൽക്കരണം ഒരു അജണ്ടയായിട്ട് ഈ കണ്ണൂർ സർവകലാശാലയിലെ മാത്രം ഉദാഹരണം എടുക്കാം. ഗോപിനാഥ് രവീന്ദ്രന്റെ സർവകലാശാലയുടെ കീഴിലല്ലേ കോളേജിനകത്ത് ദീൻദയാൽ ഉപാധ്യായും സവർക്കറയും അതുപോലെ തന്നെ ഗോൾവൽക്കറയും ഒക്കെ പഠിക്കണമെന്നും, ഗാന്ധി ഒരു പാഠം മാത്രം പഠിച്ചാൽ മതി, സവർക്കർ 2 പാഠം പഠിക്കണമെന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജി പുസ്തകം, ആ പാഠഭാഗം ഉൾപ്പെടുത്തിയത് കണ്ണൂർ സർവകലാശാലയല്ലേ? അപ്പൊ ഗവർണർക്ക് കാവ്യവൽക്കരണം നടത്തണമെന്ന് താല്പര്യമായിട്ട് നിൽക്കുമ്പോൾ ഗവർണർക്ക് മുൻപേ പോയി കാവ്യവൽക്കരണം നടത്തുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് അവർ തമ്മിൽ അത്തരത്തിലുള്ള പ്രശ്നമില്ല. ഇവിടുത്തെ കേരള ഗവർണറും ഇപ്പൊ രാജസ്ഥാനിലെ ഒരു തർക്കമാണോ കേരളത്തിലുള്ളത്? കേരളത്തിലുള്ള തർക്കം എന്താ? കേരളത്തിലെ ഗവർണറും സർക്കാരും തമ്മിൽ ആകെ തർക്കമുണ്ടാകുന്ന വിഷയങ്ങൾ പ്രിയ വർഗീസിനെ നിയമിക്കാമോ ഇല്ലയോ, അല്ലെങ്കിൽ ഷംസീറിന്റെ ഭാര്യയെ നിയമിക്കാമോ ഇല്ലയോ, നികിത കണിച്ചേരി നിയമിക്കാമോ ഇല്ലയോ, വൈസ് ചാൻസലർ യോഗ്യത മറികടന്നുകൊണ്ട് അദ്ദേഹത്തെ നിയമിക്കാമോ ഇല്ലയോ? അതല്ലാതുള്ള വേറൊരു അക്കാദമിക് ഡിബേറ്റുമല്ല, ഭരണഘടനാപരമായ പ്രശ്നമല്ല, കാവ്യവൽക്കരണത്തിന്റെ പ്രശ്നമല്ല. ഈ ഡിബേറ്റിനകത്ത് ഞങ്ങൾ ഇഷ്യൂവിന്റെ മെറിറ്റിനോടൊപ്പമാണ്. ഇനി വേറൊരു കാര്യം കൂടി പറയാം. അതേ സമയത്ത് തന്നെ ഇപ്പൊ ഞാൻ ഇത്രയും താങ്കൾ എന്റെ ആദ്യ വാദം കേട്ടാൽ മതി, മുഴുവൻ ഞാൻ ഗവർണർക്കെതിരായിട്ട് സംസാരിച്ചേ. ഇനി രണ്ടാം വാദത്തിൽ ഇപ്പൊ രാജസ്ഥാൻ സർക്കാർ ചെയ്തു, താങ്കൾ പറഞ്ഞു ചാൻസലർ പദവി ഒഴിവാക്കി. ഇവിടെ സംസ്ഥാന സർക്കാർ ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ ഒഴിവാക്കുന്നതിനകത്ത് ഞങ്ങൾക്കൊരു പരാതിയില്ല. ഇനി ചാൻസലറായിട്ട് വേണമെങ്കിൽ സർവ്വതാ യോഗ്യനായ EP ജയരാജനെ നിയമിച്ചോട്ടെ, നമുക്ക് ആർക്കും ഒരു പരാതിയില്ലല്ലോ. അദ്ദേഹമാകും അറിവിന്റെ ഒരു വെളിച്ചമായി, ഒരു വിജ്ഞാനകോശമായി കേരളത്തിലെ അധ്യാപക സമൂഹത്തിനും വിദ്യാർത്ഥി സമൂഹത്തിനും ആകെ മാതൃകയാകും. അദ്ദേഹത്തെ നിയമിക്കാം, അതല്ല പാർട്ടി സെക്രട്ടറി നിയമിക്കണം, ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷെ ഒരു വിഷയത്തിനകത്ത് ഞങ്ങൾക്ക് കടിച്ചമുണ്ട്. അതായത് എന്താ,
രാജസ്ഥാനിൽ ചെയ്യാത്തൊരു കാര്യം കേരളത്തിൽ ചെയ്യുക. ഇവിടെ ചെയ്യുന്നത് ചാൻസലർ എന്ന് പറയുന്ന പദവിയുടെ അധികാരത്തെ വെട്ടിക്കുറയ്ക്കുകയാണ്. ചാൻസലർ എന്ന് പറയുന്ന എത്രയോ ഔന്നിത്യമുള്ള ഒരു പദവിയാ. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ ഗവർണർമാർക്ക് ചാൻസലർ പദവി കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, അക്കാദമിക സമൂഹത്തിൽ ഒരു സർവകലാശാലയിൽ ഇപ്പോൾ രാഷ്ട്രപതിയും അതുപോലെ തന്നെ ഗവർണർമാരും ഒക്കെ രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്കില്ല. ഇന്ത്യയുടെ രാഷ്ട്രപതി ചെയ്യുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണ എനിക്കില്ല. അപ്പോൾ തന്നെ നമ്മൾ എന്തുകൊണ്ട് ചാൻസലർ പദവി ഗവർണർക്ക് കൊടുത്തു എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് നിഷ്പക്ഷമായ നിലപാടുകൾ എടുക്കണം. രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം ഉണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ടാണ് ഗവർണർ പോലെ വളരെ പ്രധാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാനോടുള്ള എതിർപ്പിന്റെ പേരിൽ ചാൻസലറുടെ അധികാരത്തെ വെട്ടിച്ചുരുക്കാനായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ നീക്കങ്ങളെ അനുവദിക്കുവാൻ കഴിയുകയില്ല. അത് ബന്ധുജന നിയമനത്തിനും സഹധർമ്മിണി ശാലകൾ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുമുള്ളതാണ്. ഇത് കേരളത്തിൽ ആദ്യമായി നടക്കുന്നതല്ല, ബംഗാളിൽ നടന്നതാണ്, തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്നതാണ്. പണ്ട് നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ ഗുജറാത്തിൽ ഉണ്ടായതാണ്, നിങ്ങൾ ഭരിക്കുന്ന രാജസ്ഥാനിൽ ഉണ്ടായതാണ്. ഇത് ഇതംപര്യന്തമായി കേരളത്തിൽ മാത്രം നടക്കുന്നതല്ല കേട്ടോ ചാൻസലർ പദവിയുടെ അധികാരം വെട്ടിക്കുറവ്. ഞാൻ എത്താം ശ്രീ രാഹുൽ. ശ്രീ ടി പി ജയേന്ദ്രൻ കണ്ണൂർ വൈസ് ചാൻസലർക്കെതിരെ പോലീസിൽ പരാതി എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത. വധഗൂഢാലോചന നടത്തിയെന്ന ഗവർണറുടെ ആരോപണത്തിൽ കേസെടുക്കണമെന്നാണ് പരാതി. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് ആണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി. നോക്കൂ, ഗവർണറുടെ ഒരു വാവിട്ട വാക്ക് ഏതൊക്കെ തലത്തിൽ പോകാൻ പോകുന്നുവെന്ന്. വധഗൂഢാലോചന കേസിൽ പരാതി, അന്വേഷണം ഉണ്ടാകുന്നു, ഏതൊക്കെ വല്ലാത്ത അവസ്ഥയിലേക്ക് നടക്കണം, അതവിടെ നിൽക്കട്ടെ. ഇന്ന് ഗവർണർ പറയുന്ന രണ്ടാമത്തെ ഗുരുതരമായ വസ്തുത, ഇയാൾ ഇരുന്നതിന് ശേഷം കണ്ണൂർ സർവകലാശാല ഇയാൾ നശിപ്പിച്ചു. എന്ത് വസ്തുതാപരമായ വിവരങ്ങളുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ സർവകലാശാലയെ VC ഗോപിനാഥ് രവീന്ദ്രൻ നശിപ്പിച്ചു എന്ന് ഗവർണർ പറയുന്നുണ്ടാവുക? ശ്രീ ടി പി ജയേന്ദ്രൻ. ലക്ഷ്മി, താങ്കൾ കേരളത്തിൽ നടക്കുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടെയുള്ള ബഹുജനങ്ങൾ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വലിയ സമിതി രൂപീകരിക്കുകയും അവർ നടത്തുന്ന ക്യാമ്പയിനും ഈ മാധ്യമം കണ്ടില്ലെന്ന് വരുമോ? ഞാൻ അവിടത്തേക്ക് വരാം ഹാഷ്മി, ഞാൻ ആ ഭാഗത്തേക്ക് വരാം. താങ്കൾ വളരെ ആസൂത്രിതമായി ചെയ്ത ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ ചിത്രം കാണിച്ചു. ഞാൻ അതിനു മുമ്പായിട്ട് എൻ്റെ സുഹൃത്ത് നേരത്തെ പറഞ്ഞ 1-2 കാര്യങ്ങൾ പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല. ആർജിത പദവിയോട് ആരിഫ് മുഹമ്മദ് ഖാൻ നീതി പുലർത്തുന്നില്ല എന്നതാണ് എൻ്റെ സുഹൃത്തിന്റെ ആരോപണം. ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തോട്, ഇദ്ദേഹം ആരെയെങ്കിലും നികൃഷ്ട ജീവി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു പോകും? ഇദ്ദേഹം ആരോടെങ്കിലും കടക്കട പുറത്ത് എന്ന് പറഞ്ഞു പോകും? ഇദ്ദേഹം ആരോടെങ്കിലും കുലംകുത്തിയാണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുണ്ടോ ഹഷ്മി നമ്മുടെ മുമ്പിൽ വെച്ചിട്ട്? മാത്രമല്ല, അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഇർഫാൻ ഹബീബിന്റെ അവിസ്മരണീയമായ ചില സംഭാവനകളെ കുറിച്ചും അദ്ദേഹത്തിന്റെ നിസ്തുലമായ സേവനങ്ങളെ കുറിച്ചും പറഞ്ഞു. ഞാൻ വിനയപൂർവ്വം അദ്ദേഹത്തോട് ചോദിക്കട്ടെ, ഇത് വലിയ അക്കാഡമി വിവരമൊന്നും വേണ്ട സർ. തനിക്ക് അർഹതയില്ലാത്ത കസേരയിൽ കാലാകാലങ്ങളിലോളം ഇരുന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയതിന്റെ ചിത്രം BJP പറയുന്നത് വിശ്വസിക്കേണ്ട. കോഴിക്കോട്ടുകാരനായ ചരിത്ര ഗവേഷണ കൗൺസിലിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ അതിന് നേതൃത്വം കൊടുത്ത മലയാളി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി ശരിവെച്ച കേസിൽ ഈ രാജ്യത്തെ ജനങ്ങളെ ഇത്രയധികം വിഭജിക്കുന്നതിന് വേണ്ടി പച്ച റിപ്പോർട്ടുകൾ എഴുതി ഉണ്ടാക്കി ആ കസേരയിൽ അള്ളിപ്പിടിച്ചിരുന്ന അദ്ദേഹത്തെക്കുറിച്ച് കോഴിക്കോട്ടുകാരനായ മലയാളിയായ ഒരു ആർക്കിയോളജി അതിന് സർവേ നടത്തിയ ആളുകൾ പറഞ്ഞത് എൻ്റെ ഇടത് ബുദ്ധിജീവി ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ ഇദ്ദേഹത്തിന്റെ നിസ്തുലമായ സേവനങ്ങളെ കുറിച്ചൊന്നും താങ്കൾ അധികം വാചാലമാകണമെന്നില്ല. മാത്രമല്ല ഹഷ്മി, ഞാൻ ഒന്നും കൂടെ പറയുന്നു, ഭാര്യമാർക്ക് ജോലി കിട്ടിയത് മന്ത്രി പദവിയിൽ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, തങ്ങളുടെ ഇംഗിതത്തിന് കൂടെ നിൽക്കുന്ന ചാനലുകളിലെ ഉന്നതരായ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. തെളിവുകൾ നിരത്താൻ ചാനലുകൾ എത്ര സമർത്ഥമാരാ. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി വ്യാജച്ചമ്പോലെ കേരളത്തിലെ ഒരു വലിയ മാധ്യമം മുന്നോട്ട് വെച്ചിട്ടില്ലേ? ആ കേസ് കേരളത്തിലെ പോലീസ്, അദ്ദേഹത്തിൽ നിന്നും കൈക്കൂലി പറ്റിയ ഉദ്യോഗസ്ഥന്മാർ, കേരളത്തിലെ പോലീസിന്റെ ഔദ്യോഗിക വാഹനം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മത്തി വാങ്ങിക്കൊടുക്കാൻ, മത്സ്യം വാങ്ങിക്കൊടുക്കാൻ, പച്ചക്കറി വാങ്ങിക്കൊടുക്കാൻ അദ്ദേഹത്തിൽ നിന്നും കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിരുന്നവർ വായ്പ വാങ്ങിയതായിട്ട് എഴുതി തള്ളിയ കേരളമാണ്. ഈ കേരളത്തിൽ ഞങ്ങൾ തന്നെ ചോദിച്ചു, ഗവർണർ കൊടുത്ത ഒരു പരാതി. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യമായിട്ട്, നിങ്ങൾ പുറത്തുവിട്ട ആ ചിത്രത്തിൽ തന്നെ എന്താ കാണുന്നത്? ഗവർണർ സംസാരിക്കുന്ന വേദിയിലേക്ക് ഇർഫാൻ ഹബീബ് എന്തിനു നടന്നു വരണം? അദ്ദേഹത്തിന്റെ പ്രായവും കഴിവും ഒക്കെ വേറൊരു കാര്യം. ഇല്ലായിരുന്നെങ്കിൽ അബുൽ കലാം ആസാദിനെ ഇർഫാൻ ഹബീബ് പറയുന്നത് പോലെ അബ്ദുൽ കലാം ആസാദ് എന്നാണ് ആരിഫ് മുഹമ്മദിനെ പറയുന്നത്. അബുൽ കലാം ആസാദിന്റെ പേര് പോലും അറിയാത്ത ഒരാൾ അബുൽ കലാം ആസാദ് പറഞ്ഞു എന്ന് പറഞ്ഞ് പാകിസ്ഥാൻകാർ അബുൽ കലാം ആസാദിനെ കോട്ട് ചെയ്ത സാധനം മിസ്കോട്ട് ചെയ്തു
അപ്പോൾ എഴുന്നേറ്റ് അല്ല, പോയി. ഹഷ്മി, അതല്ലല്ലോ നമ്മുടെ അതാണോ ചർച്ച? അല്ല, ഞാൻ പറഞ്ഞു. അതാണെങ്കിൽ അങ്ങോട്ട് പോകാം. താങ്കളാണ് എടുത്തിട്ട്. അദ്ദേഹം ഇന്ന് പറഞ്ഞു, ഹഷ്മി, താങ്കളാണ് നിങ്ങളുടെ എടുത്തിട്ട്. ചാനലിന്റെ പ്രതിനിധി ഡൽഹിയിൽ ഉണ്ടായിരുന്നു. താങ്കളാണ് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു. അതെ, അങ്ങനെ പറയുന്നു. അദ്ദേഹം പറഞ്ഞു. അത് മാത്രമല്ല, അദ്ദേഹം ഇന്ന് അത് മാത്രമായിരുന്നില്ല സി ടി പി ജയചന്ദ്രൻ നല്ല ഒന്നാം തരം രാഷ്ട്രീയ പ്രസംഗം. കെ സുരേന്ദ്രനോ ടി പി ജയചന്ദ്രനോ സംസാരിക്കാത്ത രീതിയിൽ നല്ല ഒന്നാം തരം BJP രാഷ്ട്രീയം ആ വേദിയിൽ സംസാരിക്കുകയായിരുന്നു അന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അന്ന് പറയുന്നുണ്ട് നല്ല ഒന്നാം തരം BJP രാഷ്ട്രീയം. ഞാൻ എത്താം. അല്ല, ഞാൻ പറയാം ഞാൻ എന്താണ് പറയുന്നത് പറയാം. എന്താണ് മഹാത്മാഗാന്ധി ഈ അന്ന് എതിർക്കുന്നവരെ 3 തവണ ചർച്ചയ്ക്ക് വിളിച്ചു. അന്ന് അവർ ചർച്ചയ്ക്ക് വന്നില്ല. അതിനുശേഷം വെടിവെച്ചു കൊന്നു തുടങ്ങി അങ്ങേയറ്റം പ്രകോപനപരമായ പ്രസംഗം നടത്തുകയായിരുന്നു ആരിഫ് മുഹമ്മദിന്റെ വേദിയിൽ. അതുകൊണ്ട് സഹി കെട്ടിട്ടാണ് ഈ പറയുന്ന നിൽക്കാൻ കഴിയാത്ത മനുഷ്യൻ എഴുന്നേറ്റ് അടുത്തേക്ക് പോകുന്നത്. അത് കൊല്ലാൻ പോയി എന്നൊക്കെ പറഞ്ഞാൽ കഷ്ടമാണ് ശ്രീ ടി പി ജയചന്ദ്രൻ. അല്ല ഹഷ്മി, അങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോൾ ആ വേദിയിലേക്ക് കൊല്ലാൻ പോയില്ല എന്നുള്ളത് അതിന് ന്യായീകരിക്കുകയാണോ താങ്കൾ? ഈ വേദി താങ്കളാണ് കൊല്ലാൻ പോയെന്ന് പറഞ്ഞു. കേരളത്തിലെ ഒരു മിനിറ്റ് കേരളത്തിലെ മുഖ്യമന്ത്രി സംസാരിക്കുന്ന വേദിയിൽ ഒരുപക്ഷെ ഒരുപാട് ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന പലതും അദ്ദേഹം പറയാറുണ്ട്. താങ്കൾ ഈ പറഞ്ഞ നാവ് കൊണ്ട് അങ്ങനെ ആ വേദിയിലേക്ക് ഒരാൾ കയറിച്ചെന്ന് അദ്ദേഹത്തിനിടയിൽ അല്ലല്ല ഹഷ്മി, കേരളത്തിലെ മുഖ്യമന്ത്രി സംസാരിക്കുന്ന വേദിയിലേക്ക് ഇത്തരത്തിലൊരാൾ കയറിച്ചെന്ന് അദ്ദേഹത്തോട് പെരുമാറിയ ഹഷ്മി ഇതേ വാക്കുകൾ ഈ ചാനലിൽ നിന്ന് പറയോ? അപ്പൊ രണ്ടുപേർക്ക് രണ്ട് നീതി. മാത്രമല്ല ഹഷ്മി, നിങ്ങൾ മൂടി വെക്കുന്നു പലതും. അതൊരു സംവാദത്തിന്റെ അന്തരീക്ഷമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ, അനുവദിക്കുക ഹഷ്മി. മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു മര്യാദ ഞാൻ പ്രതീക്ഷിക്കട്ടെ താങ്കളിൽ നിന്ന്. താങ്കളുടെ ചാനലിൽ പുറത്തു നേരത്തെ മട്ടന്നൂരുകാരൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് കൃത്യമായിട്ട് ഇന്ന് രാജ്ഭവൻ പറഞ്ഞു. രാജ്ഭവന്റെ രേഖകളുണ്ട്. എന്താ പറഞ്ഞത്? 60 മിനിറ്റ് രാഷ്ട്രഭവൻ അംഗീകരിച്ച് ഒപ്പിട്ട് VC-യുടെ കൈകളിൽ കിട്ടിയത് 1.5 മണിക്കൂറായി. അതിൽ നിശ്ചയിക്കാത്ത ആളുകൾ. അദ്ദേഹം കേന്ദ്രം പാസാക്കിയ ഒരു ബില്ലിനെതിരായിട്ട് ഇത്രയും രൂക്ഷമായിട്ട് അത് ആരിഫ് മുഹമ്മദ് ഖാനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അധിക്ഷേപിച്ച് സംസാരിച്ചു. ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു. എനിക്ക് അവസരം കിട്ടിയപ്പോൾ എൻ്റെ എഴുതി തയ്യാറാക്കിയ പ്രസംഗത്തിൽ നിന്നും അതിന് ഉത്തരം പറയേണ്ടി വന്നു. സംവാദങ്ങളല്ലേ ഹഷ്മി ഒരു ജനാധിപത്യത്തെ പോഷിപ്പിക്കുന്നത്? ഒരാളുടെ അഭിപ്രായം പറയുമ്പോഴത്തേക്കും വികാരം കൊണ്ട് 88 വയസ്സായ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ ഒക്കെ ഒരുപാട് കാലം ഇരുന്ന് നേരത്തെ നമ്മുടെ ജയിക്കിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത്യുദാത്തമായ സംഭാവന ചെയ്ത ഒരു മനുഷ്യൻ ഇത്രയും നിർമ്മലമായ വികാരത്തിന് അടിപ്പെട്ടുകൊണ്ട് ഗവർണറുടെ കോളർ പിടിക്കാൻ ഇടയ്ക്കുള്ള പ്രേക്ഷകർ കണ്ടതാണ്. അതൊക്കെ ആ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടതാണ്. ഒരു കോളർ പിടുത്തവും ഉണ്ടാകുന്നില്ല. PC ഗോപിനാഥ് രവീന്ദ്രൻ അദ്ദേഹത്തെ തള്ളിമാറ്റുകയാണ്. ഇതൊക്കെയാണെങ്കിലും ശ്രീ ടി പി ജയചന്ദ്രൻ, ഇതൊക്കെ ആവട്ടെ, അത് ശരിയല്ല. ഞാൻ പറയട്ടെ, ഇർഫാൻ ഹബീബ് എഴുന്നേറ്റ് പോയത് ശരിയല്ല, 100% ശരി. താങ്കൾ പറയാം. ഇതൊക്കെയാണെങ്കിലും ഈ പറയുന്ന മനുഷ്യൻ അടുത്തേക്ക് നടന്നു പോകുന്നത് ഗവർണറെ കൊല്ലാനാണെന്ന് ഗവർണർ തന്നെ വിശ്വസിച്ചാൽ പരമ കഷ്ടമാണ് ശ്രീ ടി പി ജയചന്ദ്രൻ. ഒരു കറുത്ത തുണി ആരോ വീഴ്ത്തിയതിന് കറുത്ത മാസ്കും ഒരു ട്രാൻസ്ജെൻഡറിന്റെ ഷാളും മാറ്റിയ സംസ്ഥാനത്തിൽ ഈ വാക്കുകളല്ലല്ലോ ഹഷ്മി നമ്മൾ ചർച്ച പറഞ്ഞത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേരത്തേക്ക് ഇത്തരം ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞത്. ഞാൻ ഇപ്പോഴും പറയുന്നേ, എന്താ വിമാനത്തിൽ കയറി മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം എന്ന് 2 വാക്ക് പറഞ്ഞവർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തുന്നത് ഭീരുത്വമാണ് എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നുള്ളൂ. ഞാൻ അന്നും പറഞ്ഞു, ഇന്നും തന്നെ പറയൂ. മുഹമ്മദ് ഖാനെതിരെ വേദിയിൽ വന്ന ഒരാൾ പ്രവർത്തിച്ചതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വേദിയിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾ ഇതേ വാദം ഉന്നയിക്കുമോ? ഞാൻ ഏതായാലും അതിന് അംഗീകരിക്കില്ല ഹഷ്മി. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വേദിയിലേക്ക് എത്ര പ്രായമുള്ളവനായാലും കൊച്ചുകുട്ടിയായാലും അത് തട്ടിമാറ്റി വന്നാൽ അതിന് രാജ്യം മുന്നോട്ട് വെക്കുന്ന നിയമപരമായ അതിന് നടപടിയെടുക്കണം എന്ന് ഉറക്കെ പറയാൻ ഞാൻ തയ്യാറാകും. ഹാഷ്മി, നമ്മൾ ഇതിനെ രാഷ്ട്രീയപരമായി നമുക്ക് വിയോജിക്കാം. പക്ഷേ കേരളത്തിലെ ഗവർണർ ഭരണഘടന സംരക്ഷിക്കേണ്ട ഒരു മനുഷ്യൻ, അദ്ദേഹം കേന്ദ്രം പാസാക്കിയ നിയമത്തിനെ അധിക്ഷേപിച്ച് സംസാരിച്ചപ്പോൾ ന്യായീകരിക്കേണ്ട ബാധ്യത നിറവേറ്റി. അത് അഹിഷ്ണുതയാകുന്നതിന് പകരം മറ്റൊരു വേദിയിൽ ഇർഫാൻ ഹബീബിന് വന്ന് തന്റെ വാദഗതികൾ നിരത്താമായിരുന്നു. സോഷ്യൽ മീഡിയയുണ്ട്, മാധ്യമങ്ങളുണ്ട്. അതിനു പകരം അദ്ദേഹത്തിന് അടുത്തേക്ക് ഈ തരത്തിൽ കയറുന്ന ഒരാളെ ലാഘവബുദ്ധിയോടെ കാണാൻ ഹഷ്മി എന്ത് താങ്കൾ പറഞ്ഞാലും എന്നിലെ പൊതുപ്രവർത്തകർ അത് അംഗീകരിക്കില്ല ഹഷ്മി. അങ്ങനെ പൊതുപ്രവർത്തകൻ ഇർഫാൻ ഹബീബ് ആരിഫ് മുഹമ്മദ് ഖാനെ കൊല്ലാൻ പോയി എന്ന് തന്നെയാണോ കരുതുന്നത് ശ്രീ ടി പി ജയചന്ദ്രൻ? ഞാൻ പറഞ്ഞല്ലോ ഹഷ്മി, അദ്ദേഹം കൊല്ലാൻ പോയോ ഇല്ലയോ, ഉദ്ദേശം എന്താണെന്ന് വ്യക്തമാക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. ഇവിടെ മാവുങ്കലിന്റെ വ്യാജ രേഖകൾ ഉണ്ടാക്കുന്നവന്റെ കാര്യങ്ങൾ എഴുതിത്തള്ളുന്ന ഒരു പോലീസിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നോ നീതി? ഭാര്യമാർക്ക് ജോലി കൊടുക്കാൻ മഹത്തായ പാരമ്പര്യമുള്ള കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈ തരത്തിൽ 2 വർഷം മുമ്പ് ഗവർണർക്ക് ഇതിലൊന്നും ഒരു പരാതി ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഇതൊക്കെ ഗവർണർക്ക് ഇല്ല. ഗവർണറുടെ ഉള്ളിൽ അന്ന് ശ്രീ ടി പി ജയചന്ദ്രൻ
നിൽക്കാം ഹാഷ്മി. ശ്രീ ടി പി ജയചന്ദ്രൻ അന്ന് വി സിയെ വിളിച്ചു വരുന്നുണ്ട്, മുഖ്യമന്ത്രി ഇടപെടുന്നുണ്ട്. അന്ന് ഏതാണ്ട് പരിഹരിക്കപ്പെട്ട പ്രശ്നം, അത് ക്ലോസ് ചാപ്റ്റർ എന്ന് കരുതിയതാണ്. പിന്നീട് ഗോപിനാഥ് രവീന്ദ്രനെ പുനർനിയമനത്തിന് അദ്ദേഹം ഒപ്പിടണമെങ്കിൽ എന്തായാലും അത് അദ്ദേഹത്തിന് മനസ്സിലെന്നതില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല, അത് പക പോലെ നീറി കിടപ്പാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ. ഇന്നല്ലേ മനസ്സിലാവുന്നത് കേരളത്തിന്. ഞാൻ എത്താം വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ജേക്സി തോമസ്, ഇതൊക്കെ ചെറുതാണ്. ഇതിനു മുൻപ് ഇതിലും ജനാധിപത്യത്തോട് നേർക്കുനേർ വെല്ലുവിളി നടത്തിയൊരു സമയമുണ്ടായില്ലേ ഗവർണർ? ഏതാണ്? സഭ പാസാക്കിയ നയപ്രഖ്യാപനം ഞാൻ വായിക്കില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റിനെ ഡെഡ് ലോക്കിൽ നിർത്തിയ മണിക്കൂറുകൾ ഉണ്ടായിട്ടില്ലേ? അന്ന് സർക്കാരിനോട് നേർക്കുനേർ നിൽക്കാമായിരുന്നു ഗവർണറോട്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, നേർക്കുനേർ നിൽക്കാമായിരുന്നില്ലേ ജയിക്ക്? അന്ന് ഒരു ഗവൺമെന്റ് സെക്രട്ടറിയുടെ തല നന്നായി വെട്ടിക്കഴുകി ഒരു വെള്ളിത്തെളിയിൽ കൊണ്ട് അദ്ദേഹത്തിന്റെ കാൽക്കൽ വെച്ച് പരിഹരിച്ചു പ്രശ്നം. ഗവർണറെ വളർത്തുന്നത് സർക്കാരാണ് ശ്രീ ജേക്സി തോമസ്, അല്ലെങ്കിൽ CPM ആണ്. അതെ, അങ്ങയുടെ ചോദ്യത്തിന്റെ ഒരു വേർഷൻ തന്നെയാണ്. യഥാർത്ഥത്തിൽ BJP പ്രതിനിധിയേക്കാൾ കൂടുതൽ അന്തസ്സുറ്റ വീറോടുകൂടെ RSSന്റെ പ്രചാരകനായി മാറിയ ഗവർണർക്ക് വേണ്ടി സംസാരിച്ച കോൺഗ്രസ് പ്രതിനിധി അദ്ദേഹത്തിന്റെ വാദങ്ങൾ അത്രയും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ആദ്യഘട്ടത്തിൽ ഗവർണർ ചില ഘട്ടത്തിലെങ്കിലും എടുക്കുന്ന സത്യസന്ധമായ നിലപാടുകൾ അതിനെ പിന്തുണയ്ക്കാൻ തങ്ങൾ നിർബന്ധിതരാകും, സർവകലാശാലകളുടെ ബന്ധു നിയമനത്തിനെതിരെ, അതിനെ തകർക്കുന്ന നിയമനങ്ങൾക്കെതിരെയുള്ള ഗവർണറുടെ പോരാട്ടത്തെ ഞങ്ങൾ പിന്തുണയ്ക്കും എന്നൊക്കെ ഗവർണർ പദവിയുടെ രാഷ്ട്രീയ മുതലെടുപ്പിനെ, ദുഷ്ടലാക്കിനെ തിരിച്ചറിയാതെ BJPക്ക് ഓശാന പാടുന്നത് പോലെ കോൺഗ്രസ് പ്രതിനിധി അദ്ദേഹത്തിന്റെ KPCC പ്രസിഡന്റ് തൊട്ടു മുമ്പ് പ്രസ്താവന നടത്തിയതുപോലെ ഇവിടെ പറയുകയാണ്. യഥാർത്ഥത്തിൽ ഗവർണർ പദവിയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, അതിന്റെ ആധികാരികമായ ഭരണഘടനാ സാധുതയെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കണ്ടേ? കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ആരായിരുന്നു എന്നെങ്കിലും കോൺഗ്രസ് പ്രതിനിധി ഓർമ്മിക്കണം. അദ്ദേഹം കോൺഗ്രസിന് മാത്രം തനിച്ച് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഏറ്റവും ഒടുവിലത്തേതാകാതിരിക്കട്ടെ എന്ന് കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ 2ാം UPA സർക്കാരിന്റെ കാലയളവിൽ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ മെമ്പർ പ്രതിനിധിയായിരുന്നു അദ്ദേഹം. RSS അധികാരത്തിൽ വന്നപ്പോൾ മതനിരപേക്ഷതയെ തകർക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോന്നയാളാണ്. ആ മനുഷ്യനെ സംബന്ധിച്ചാണ് നിർഭാഗ്യവശാൽ ഇടതുപക്ഷത്തെ അടിക്കാൻ ഒരു വടി കിട്ടുമോ എന്ന ത്വരയിൽ, എന്നൊരു ചിന്തയിൽ, കേവലമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടെ നിങ്ങൾ ഓശാനമാകുന്നത് നിങ്ങൾ തിരിച്ചറിയണം. പിന്നെ ഗവർണറുടെ രാഷ്ട്രീയ പദവിയെ സംബന്ധിച്ച്, ഭരണഘടനാ പദവിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ വധിക്കാൻ ഒരു ശ്രമമുണ്ടായി എന്നുള്ള അദ്ദേഹത്തിന്റെ ആരോപണം, അത് അന്വേഷിക്കേണ്ടതിന്റെ ഗൗരവത്തെയൊക്കെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതാവിയുടെ വാചാലനാവുകയാണ്. എന്താണ് ഗവർണർ പദവിയുടെ ഭരണഘടനാ ഔന്നിത്യം? അങ്ങിവിടെ ചൂണ്ടിക്കാണിച്ച ആർട്ടിക്കിളുകളാണോ നമ്മളുടെ മുമ്പിലുള്ള അനുഭവം? ഏറ്റവും ശ്രദ്ധേയമായത് സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവമാണ്. ബഹുമാന്യനായ കോൺഗ്രസ് നേതാവ് സെലക്റ്റീവായ ചില ഭരണഘടനാ വായനകൾ നടത്തുന്നതിന് പകരമായി അന്തസ്സുള്ള ഇന്ത്യൻ സുപ്രീം കോടതിയുടെ നീതിന്യായ വിധികളുടെ ഭൂതകാലത്തെ സംബന്ധിച്ച് സംവദിക്കാൻ തയ്യാറാവേണ്ടി ഗവർണർ പദവിയുടെ രാഷ്ട്രീയ ഭരണഘടന ആയിരുന്നില്ല. രാഹുൽ പറഞ്ഞത് IPC ശ്രദ്ധേയമായ അല്ലല്ല ശ്രീ ഹാഷ്മി, ഒരിടപെടൽ ഓക്കെ, എനിക്ക് ഇനി തുടരാലോ. അപ്പോ ഭരണഘടനാ സംബന്ധമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആധികാരികതകളെയൊക്കെ സംബന്ധിച്ച് IPC ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനിയായ കോൺഗ്രസ് നിർബന്ധിതപൂർവം മറന്നുപോയ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ആ അനുഭവം എന്ന് പറയുന്നത് ഇന്ത്യൻ സുപ്രീം കോടതി SR ബൊമ്മലൂർ വേഴ്സസ് ദ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ ഗവർണറുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കിനെ സംബന്ധിച്ച് നടത്തിയ വിധി പ്രസ്താവമാണ്. എന്തായിരുന്നു ബൊമ്മലു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ഇന്ത്യൻ സുപ്രീം കോടതി നടത്തിയ വിധി പ്രസ്താവം? യൂത്ത് കോൺഗ്രസ് നേതാവിന് ഇന്ത്യൻ സുപ്രീം കോടതി ഗവർണർ പദവിയെ സംബന്ധിച്ച് 1990കളുടെ ആദ്യ പാദത്തിൽ നടത്തിയ പ്രതികരണം അറിയില്ലെങ്കിൽ നിയമത്തിന്റെ പുസ്തകം പഠിച്ചു നോക്കണം. ഞാൻ പണ്ഡിതനായതുകൊണ്ടല്ല, ഗവർണർ പദവിയുടെ സ്ഥൂലമായ അവസ്ഥയെ സംബന്ധിച്ച്, അതിന്റെ ലളിതമായ സ്ഥാനത്തെ സംബന്ധിച്ച് അങ്ങ് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ബൊമ്മലു കേസിൽ ഇന്ത്യൻ സുപ്രീം കോടതി അർത്ഥശങ്കകൾക്കിടയില്ലാത്തവണ്ണം നിയമസഭയെ കേൾക്കാതെ, ക്യാബിനറ്റിനെ കേൾക്കാതെ, മുഖ്യമന്ത്രിയെ കേൾക്കാതെ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടെ കേന്ദ്ര സർക്കാരിന്റെ വേലക്കാരനായി അടിമവേല ചെയ്യാൻ കർണാടകത്തിൽ ഗവർണർ 1988 തീരുമാനിച്ചപ്പോൾ സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചു. എന്തായിരുന്നു വിധിയുടെ പ്രത്യേകത? ഗവർണർ പോസ്റ്റ് ഈസ് എ നോമിനന്റ് വൺ. എന്താ? CPIMന്റെ പോളിറ്റ് ബ്യൂറോ അല്ല യൂത്ത് കോൺഗ്രസ് നേതാവേ, ഇന്ത്യൻ സുപ്രീം കോടതി വിധി ബൊമ്മലു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ പ്രസ്താവിച്ചതാണ്. എന്തായിരുന്നു സുപ്രീം കോടതി ഇത് അപ്ഹോൾഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്? ദ ഫ്ലോർ ഓഫ് ദ അസംബ്ലി, അതായത് ജനകീയ ജനാധിപത്യത്തിന്റെ പ്രതീകമായ നിയമസഭയുടെ അകത്തളങ്ങളായിരിക്കണം ഉയർത്തിപ്പിടിക്കേണ്ടത്. അല്ലാതെ who is often referred to be an agent of central government. ബൊമ്മലു കേസിനെ പരാമർശിച്ചുകൊണ്ട് ഇത് ഹിന്ദുവിന്റെ എഡിറ്റോറിയലിന്റെ വാചകങ്ങളാണ്. ഗവർണറെ സംബന്ധിച്ച് എന്താണ്? who is often referred to be an
ഏജന്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് അല്ല, മറിച്ച് ദ ഫ്ലോർ ഓഫ് ദ അസംബ്ലി ഷുഡ് ബി അപ്ഹെൽഡഡ്. ആ ബൊമ്മരലു കേസാണ് ചരിത്രപരമായി പിന്നീട് തുടർച്ചകളിൽ AB വാജ്പേയി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ ഗവർണറെ ഉപയോഗിച്ചപ്പോൾ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അന്തസ്സാർന്ന ഈ വിധിയെയാണ് പൗരസമൂഹം രാഹുൽ പറഞ്ഞത് ഓർമ്മിച്ചിട്ട് വേണം കള്ളം പറയുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ. രാഹുൽ ഇതിൽ ഗവർണറെ ന്യായീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഞാൻ രാഹുലിന്റെ വക്കാലത്ത് എടുക്കുകയല്ല, പക്ഷെ ന്യായീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഈ കണ്ണൂർ VC ക്രിമിനൽ ആണെന്ന് പറയുകയാണെങ്കിൽ ക്രിമിനൽ അപ്പോയിന്റ് ചെയ്ത ഈ ഗവർണർ ക്രിമിനൽ അല്ലേ, അതിനേക്കാൾ വലുത് വിളിക്കണ്ടേ എന്ന ചോദ്യം ഉന്നയിക്കായിരുന്നു രാഹുൽ. അങ്ങ് കേട്ട എന്തോ പ്രശ്നമാണത്. ജയ്ക്ക് എനിക്ക് ഇടവേളയിലേക്ക് പോകണം, അതുകൊണ്ട് ഞാൻ എത്താം. ഇടവേള കൂടി. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഗവർണർ പറഞ്ഞ മറ്റൊരു കാര്യം, രാഷ്ട്രീയ പരിഗണന കൊണ്ട് മാത്രമാണ് VC അവിടെ ഇരിക്കുന്നത്, അയാൾ ഈ സർവകലാശാലയെ നശിപ്പിച്ചു എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ പുനർനിയമനത്തിൽ വിയോജിപ്പുണ്ട്. രണ്ടാളുകളും പറഞ്ഞതിന്റെ പൂർത്തിയാക്കാൻ അങ്ങനെ അനുവദിച്ചില്ല. അങ്ങ് കോൺഗ്രസ് പ്രതിനിധിയിലേക്കും BJP പ്രതിനിധിയിലേക്കും പോവുകയാണെങ്കിൽ അങ്ങേക്ക് സംവാദം തുടരാം, എന്നെ ദയവ് ഇത് പറഞ്ഞേക്കണം, അതിനുള്ള മര്യാദ കാണിക്കണം, അല്ലെങ്കിൽ ഐ വിൽ ക്വിറ്റ്. അത്രയേ ഉള്ളൂ. ഞാൻ മാന്യമായി അങ്ങോട്ട് പറയുന്നു. കോൺഗ്രസിന്റെയും RSSന്റെയും പ്രതിനിധികൾ ദീർഘസമയം എടുത്ത് സംസാരിച്ചു. അതിന് മറുപടി പറയാൻ അവസരം നൽകാൻ അങ്ങേക്ക് കഴിയില്ലെങ്കിൽ ഞാൻ പോകും. ഇല്ല ജയ്ക്ക് പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് ജയ്ക്കിന് മതിയായ സമയം ഞാൻ തന്നില്ല എന്ന പരാതി ഉണ്ടോ? രാഹുൽ വന്നപ്പോൾ തന്നെ എട്ടരയായി. നമ്മൾ കൊടുത്തതിന്റെ അവസരം ഏറ്റവും ഒടുവിൽ കൊടുത്തതിന്റെ സമയം എനിക്ക് നൽകിയിട്ടുണ്ടോ? ശരി, അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കും. അപ്പൊ ഗവർണറുടെ ഭരണഘടനാ പദവിയെ സംബന്ധിച്ച് എനിക്ക് സംസാരിക്കേണ്ടതൊക്കെയാണ്. കോൺഗ്രസ് കാലയളവിൽ UPA സർക്കാരിന്റെ കാലയളവിൽ ICHRന്റെ മേധാവി സ്ഥാനത്തിരുന്ന സർവകലാശാല വൈസ് ചാൻസലറെ സംബന്ധിച്ച് ഗവർണർ പറഞ്ഞപ്പോ അതിനെ തള്ളിപ്പറയാൻ കോൺഗ്രസ് പ്രതിനിധി തയ്യാറാകുന്നില്ല. ഗവർണറുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കിനെ തള്ളിപ്പറയാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് ഗവർണറുടെ ഭരണഘടനാ പദവിയെ സംബന്ധിച്ചുള്ള ഭൂതകാലം ഓർമ്മിപ്പിക്കേണ്ടതായി വന്നത്. തുടർന്ന് അദ്ദേഹം പറയുന്നു, ബന്ധു നിയമനത്തെ ഗവർണർ തുറന്നു കാട്ടുമെങ്കിൽ ഞങ്ങൾ അത് അംഗീകരിക്കും. ഏത് ബന്ധു നിയമനമാണ്? സ്പീക്കറുടെ പേര് വലിച്ചെഴുച്ചു, വ്യവസായ മന്ത്രിയുടെ പേര് വലിച്ചെഴുച്ചു, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സഹധർമ്മിണിയെ സംബന്ധിച്ച് ഇത്തരത്തിൽ കേസുണ്ടായി. കോടതിയുടെ വരാന്തയിൽ നിന്നിട്ടില്ല. കോടതി തള്ളിക്കളഞ്ഞ ചവിറ്റുകൊട്ടയിലിട്ട കേസ് പോക്കറ്റിലെടുത്തുകൊണ്ട് കോൺഗ്രസ് നേതാവ് വന്ന് പിന്നെയും കള്ളം പറയുകയാണ്. സ്പീക്കറുടെ സഹധർമ്മിണിക്കെതിരെ, ജീവിത പങ്കാളിക്കെതിരെയുള്ള കേസ് കോടതിയിൽ കൊണ്ടുപോയി. കോടതി വീണ്ടും ചവിറ്റുകൊട്ടയിൽ 4 വലിച്ചുകീറിയിട്ടു. 4 വലിച്ചുകീറി കോടതി ഇട്ട പേപ്പറിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് സ്പീക്കറെ അധിക്ഷേപിക്കാൻ കോൺഗ്രസ് നേതാവ് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ജീവിത പങ്കാളിക്കെതിരെ വീണ്ടും പറയുന്നു. എന്താണ് നിയമപരമായി UGC റെഗുലേഷൻ ഏത് മാനദണ്ഡമാണ് ലംഘിച്ചത്? കോൺഗ്രസ് പ്രതിനിധി പറ, നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ഒറ്റക്കാരോട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ സഖാവ് EP ജയരാജനെ വേണമെങ്കിൽ ചാൻസലറാക്കാന്ന്. ഞങ്ങൾ ആരെയും ചാൻസലറാക്കാനില്ല. ഗവർണർ, കോൺഗ്രസിന്റെ നിയമിതനായ ഗവർണർ കോൺഗ്രസ് നിയമിച്ച വൈസ് ചാൻസലറെ യോഗ്യതയില്ലെന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പടിയടച്ച് പിണ്ണം വെച്ച കാലം ആരുടേതാണെന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിനിധി സൗകര്യമുണ്ടെങ്കിൽ ഓർത്ത് നോക്കുക. ജനറൽ സെക്രട്ടറിയെ VC ആക്കിയ കാലം ആരുടേതാണെന്ന് കോൺഗ്രസ് പ്രതിനിധി ഓർമ്മിച്ച് നോക്കുക. താങ്കൾക്ക് സംസാരിക്കാൻ സമയം കിട്ടില്ലെങ്കിൽ അതിനോട് പറയാം, ഞാനത് പരിഹരിക്കും. പക്ഷേ ഈ ക്വിറ്റ് എന്നൊക്കെ പറയുന്നത് നേരത്തെ VC ചാൻസലർ സ്ഥാനം ഞാൻ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞ വാശി പിടിച്ചിരുന്നില്ലേ കുറെ നാൾ ഗവർണർ? അതുപോലെ ബാലിശമായി പോകില്ലേ ജയ്ക്ക്? ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഞാൻ താങ്കളോട് ജയ്ക്കിന് മറുപടി പറഞ്ഞോളൂ. പക്ഷേ ഞാൻ താങ്കളോട് ചോദിച്ചത്, ഇതുപോലെ VCയുടെ പുനർനിയമനത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാം, നമുക്ക് നോക്കാം. പ്രിയ വർഗീസിന്റെ നിയമനത്തിലടക്കം ഇപ്പോൾ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടി നിയമനത്തിലൊക്കെ ഡിബേറ്റബിൾ സാധനങ്ങൾ ഡിബേറ്റ് ചെയ്യാം. പക്ഷേ ഈ ഗവർണർ ഈ സർവകലാശാലയെ നശിപ്പിച്ചു എന്നതിൻ്റെ ഫാക്ച്വൽ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? നിങ്ങളുടെ കാതർമങ്ങാട് കണ്ണൂർ സർവകലാശാല ഇരിക്കുമ്പോൾ കിടന്ന നാക്കിൻ്റെ B ഗ്രേഡ് എന്നുള്ളത് ഈ VC അധികാരം ഏറ്റ ശേഷം അത് B++ ആയി വരുന്നുണ്ട്. നാക്ക് എന്ന് പറഞ്ഞൊരു സർവകലാശാലയ്ക്ക് ഏറ്റവും പ്രധാനമാണെന്ന് താങ്കൾക്ക് അറിയാവുന്നതാണ്. താങ്കൾ ഡൽഹിയിലൊക്കെ പഠിച്ച ആളാണല്ലോ. B++ൽ നിന്ന് A ഗ്രേഡിലേക്കുള്ള കേവല വ്യത്യാസം എന്താണ്? ഏതാണ്ട് 0.2-3 വ്യത്യാസത്തിൽ മാത്രമാണ് A ഗ്രേഡ് കണ്ണൂർ സർവകലാശാലയ്ക്ക് നഷ്ടമാവുന്നത്. 2, NIRF റാങ്കിങ്ങിൽ ചരിത്രത്തിൽ ആദ്യമായി കണ്ണൂർ സർവകലാശാല കയറി വരുന്നു. അത് 150 മുതൽ 200 വരെയുള്ള ബാൻഡിൽ 200 മുകളിലേക്ക് ചരിത്രത്തിൽ ആദ്യമായി കണ്ണൂർ സർവകലാശാല കയറി വരുന്നു. മറ്റൊരു ARIIA എന്നുള്ള പ്രസ്റ്റീജിയസ് റാങ്കിങ്ങിൽ കണ്ണൂർ സർവകലാശാല വരുന്നു. കണ്ണൂർ VC ഗോപിനാഥ് രവീന്ദ്രൻ്റെ ഈ സമയത്ത്. അപ്പോൾ രവീന്ദ്രൻ സർവകലാശാലയെ നശിപ്പിച്ചു എന്ന് പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആണല്ലോ അതിൻ്റെ മാനദണ്ഡങ്ങൾ അളക്കുന്ന ഏജൻസികളുടെ കണക്കുകൾ തെളിയുന്നത്. ശ്രീ രാഹുൽ മാങ്കൂട്ടം, അതൊന്നും എന്തുകൊണ്ടാകും? ശ്രീ ഹാഷ്മി, ഞാൻ എന്തായാലും താങ്കളോട് ഐ ക്വിറ്റ് എന്ന് പറയാൻ ഞാൻ ഭീഷണിപ്പെടുത്താനായിട്ടില്ല. എന്തായാലും ഞാൻ വന്നത് തന്നെ 8:30-ക്കാണ് എന്ന ബോധ്യം താങ്കൾക്കുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളല്ലോ, അത് ഞാൻ വിടുന്നു.
ഇവിടെ സംഘപരിവാറിൻ്റെ കേരളത്തിലെ പൊളിറ്റിക്കൽ ഫോമായ CPM-ന്റെ യുവജന സംഘടനയായ DYFIയുടെ പ്രതിനിധി ഇവിടെ വന്നിരിക്കുമ്പോൾ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ ഹെഡ്സെറ്റ് ചെവിയിലേക്ക് തിരികെ വെച്ചിട്ട് ചർച്ച കേൾക്കണം. അതല്ല എങ്കിൽ അദ്ദേഹം ബോധപൂർവമായി ഇന്ന് ഞാൻ ഗവർണറെ പിന്തുണയ്ക്കുകയായിരിക്കും എന്ന മുൻവിധിയിൽ പഠിച്ചുകൊണ്ട് വന്ന് കാണാതെ പറയുന്ന കാര്യങ്ങളെല്ലാം കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹവും ഈ ചർച്ചയിൽ എന്റെ വാദങ്ങൾ ഞാൻ പറയട്ടെ എന്റെ വാദങ്ങൾ കേട്ടതാണ്. ഞാൻ എൻ്റെ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് എനിക്ക് കിട്ടിയ അവസരത്തിൽ സിംഹഭാഗവും ഞാൻ ഉപയോഗിച്ചത് ആ ക്രിമിനൽ പരാമർശത്തെ അതിനെ ഭരണഘടന കൊണ്ട് IPC കൊണ്ട് ഗവർണർ അധികാരപരിധി കൊണ്ട് റദ്ദ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു ഞാൻ നടത്തിയത്. അത്രയും അതൊന്നും കേൾക്കാതെ താങ്കൾ പഠിച്ചുകൊണ്ട് വന്നത് അത്രയും പാടുക എന്ന് പറയുന്ന പ്രവൃത്തി ഏർപ്പെട്ടുള്ളൂ. പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രതിനിധി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയാതിരിക്കാനുള്ള മിനിമം മര്യാദയെങ്കിലും താങ്കൾ കാണിക്കണം. ഗവർണറോട് ഞങ്ങൾക്ക് ഒരു വിഷയത്തിലും യോജിപ്പില്ല. കാരണം അദ്ദേഹം സംഘപരിവാറിന്റെ ഏജന്റായിട്ട് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ആർക്കാണ് ഗവർണറോട് യോജിപ്പ്? ഞങ്ങൾ ഗവർണറെ കടുത്ത ഭാഷയിൽ വിമർശിച്ച വിഷയങ്ങളിലെല്ലാം എന്തായിരുന്നു കേരളത്തിൽ സംഘപരിവാറിന്റെ പൊളിറ്റിക്കൽ ഫോമായ CPM-ന്റെ നിലപാട്? ഞങ്ങൾ ഹരി എസ് കർത്ത എന്ന് പറയുന്ന RSSന്റെ പ്രവർത്തകൻ ജന്മഭൂമി എന്ന് പറയുന്ന പത്രത്തിന്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നയാളെ ഗവർണറെ പൊളിറ്റിക്കൽ സ്റ്റാഫായിട്ട് അപ്പോയിന്റ് ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്? പിണറായി വിജയൻ എന്ന സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹരി എസ് കർത്തയെ നിയമിച്ചു കൊടുത്തില്ലേ കേരള ഗവർണർക്ക്? എന്നിട്ടാണോ നിങ്ങൾ ഗവർണർ വിരുദ്ധ പോരാട്ടത്തെ പറ്റി ഞങ്ങളെ പഠിപ്പിക്കുന്നത്? 2, നിങ്ങൾ ജ്യോതിലാൽ എന്ന് പറയുന്ന നിങ്ങളുടെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥൻ, നിങ്ങളുടെ സർക്കാരിന്റെ ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ, ഏറ്റവും ക്രെഡിബിൾ എന്ന് നിങ്ങൾ പറയുന്ന ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥനെ മാറ്റാതെ ഞാൻ കേരള നിയമസഭയിൽ വന്ന് നയപ്രഖ്യാപന പ്രസംഗം നടത്തത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നയപ്രഖ്യാപന പ്രസംഗം നടത്തുകയല്ല, ആ ഗവർണർക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുകയാണ് ആവശ്യം എന്ന് ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ ചെയ്തത്? ആ ജ്യോതിലാലിനെ കേരളത്തിലെ ഗവർണർക്ക് വേണ്ടിയിട്ട് ഹാഷ്മിയുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ തങ്കത്തളികയിലാക്കി അദ്ദേഹത്തിന്റെ ജ്യോതിലാലിന്റെ ശിരസർത്ത് കൊടുത്ത പ്രത്യയശാസ്ത്രത്തിൽ നിന്നുകൊണ്ടാണോ നിങ്ങൾ ഞങ്ങളെ ഗവർണർ വിരുദ്ധതയെ പറ്റി പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് ഗവർണർ എന്തെല്ലാം ആഹ്വാനം ചെയ്യുന്നു അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ജയിക്കൊക്കെ പറയുന്നതിനകത്ത് എനിക്കുള്ള സഹതാപം എന്ന് പറഞ്ഞാൽ എനിക്ക് ജയിക്കിനുള്ള സഹതാപം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇവരുടെ ഗവർണർക്കെതിരായിട്ട് ഇങ്ങനെ ആഞ്ഞടിക്കും. അതിനുശേഷം പിണറായി വിജയനും കേരളത്തിന്റെ ഗവർണറും കൂടെ ഏതെങ്കിലും അടച്ചിട്ട മുറിയിൽ ഒന്നിരിക്കുമ്പോൾ തീരുന്ന പ്രശ്നങ്ങളെ അവർ തമ്മിലുള്ള, അല്ലാതെ ഒരു പ്രത്യയശാസ്ത്രപരമായ പ്രശ്നവുമില്ല. സമയം പൂർണ്ണമായി കഴിഞ്ഞു രാഹുൽ, എനിക്ക് എന്നോട് ക്ഷമിക്കണം. 9:07 നമ്മൾ പരമാവധി എക്സീഡായി. എന്നോട് ക്ഷമിക്കണം, എൻ്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞുകൊണ്ടാണ്. എന്തായാലും ഈ ചർച്ചകൾ തുടരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെ കമന്റ് ബോക്സിൽ ഹാഷ്മി CPM അനുകൂലമായി സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ CPM അനുകൂലമായി സംസാരിച്ചു എന്ന് കരുതുന്നവർ സൈബർ സ്പേസിൽ CPM-ന്റെ സൈബർ അണികൾ എന്നോടെടുക്കുന്ന സമീപനം എന്താണെന്ന് നോക്കിയാൽ മതി. ചില കാലങ്ങളിൽ നമ്മൾ CPM ആകും, ചില കാലങ്ങളിൽ കോൺഗ്രസ് ആകും, ചില കാലങ്ങളിൽ സുഡാപ്പിയാകും. എന്തായാലും ആരും RSS ഇതുവരെ വിളിച്ചിട്ടില്ല. അങ്ങനെ ആരും നല്ലത് പറയാതിരിക്കൽ തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ്. ഇഷ്യൂ ബേസ്ഡ് ആണ് നമ്മുടെ നിലപാട്, അത് തന്നെയാണ് നിലപാട്. ഹെഡ്ക്വാർട്ടർ പൂർണ്ണമാകും. ഇനി 9:30 വാർത്ത ക്രിസ്ത്യൻ ചേരും. നമസ്കാരം.